അവസരം തന്ന മിഡ്നൈറ്റ് സ്റ്റാറിന്റെ എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. ഞാൻ ലൈഫ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്റെ ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഒരു മദ്യപാൻ എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞ കാലം നോക്കുവാണെങ്കിൽ എനിക്ക് പകുതിയും ഓർമ്മയില്ല. പകുതി എന്നെക്കാളും കൂടുതൽ എന്റെ വൈഫ് പറഞ്ഞതും എന്റെ വീട്ടുകാർ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുള്ളത്. അപ്പം നോർമലായിട്ട് എന്റെ സ്റ്റാർട്ടിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പകാലം വീട്ടില് ഫാമിലിയിലുണ്ട് പപ്പ, മമ്മി, അനിയൻ, അനിയത്തി, അത് 3 മക്കളാണ്. പപ്പ മദ്യം കഴിക്കുമായിരുന്നു. പക്ഷെ പപ്പ അങ്ങനെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടില് പ്രശ്നങ്ങളുണ്ട്. മദ്യം കഴിച്ച ശേഷം പപ്പ വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മമ്മിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാനൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചുമ്മാ കയറി കിള്ളുന്ന സമയത്ത് ഒന്നും അറിയാത്ത മോഡലാണ് ഞാൻ പോയി സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അപ്പൊ എനിക്കും വഴക്ക് കേൾക്കും. അങ്ങനെ പക്ഷെ ചില ദിവസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇല്ല അങ്ങനെ പ്രശ്നങ്ങൾ ഫുൾ ടൈം ഒരു മദ്യപാനിയായിട്ടൊന്നല്ല. പക്ഷെ എന്റെ പപ്പായും എന്റെ ഫാമിലി എല്ലാവരും മദ്യം കഴിക്കുന്ന ആൾക്കാരാണ്. എന്റെ പപ്പയ്ക്ക് ദേഷ്യവും കൂടുതലായിരുന്നു. അപ്പൊ ചെറുപ്പകാലത്ത് നോർമലായിട്ട് എല്ലാവരെ പോലെ ഞാനും നല്ലൊരു ആളായിട്ട് തന്നെയാണ് വന്നത്. നാട്ടിലും എല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പള്ളിയിലും പോകും. ഞാൻ ക്രിസ്ത്യൻ വയസ്സാണ്, ക്രിസ്ത്യൻ വിശ്വാസി. അപ്പം പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പോയൊരു നോർമലായിട്ട് ഒരു വേറെ ദുശീലങ്ങൾ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ഞാൻ ഒരു 10 കൊല്ലത്തോളം ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡാൻസറൊക്കെ ആയിരുന്നു. സ്കൂൾ ജീവിതം അങ്ങനെ കഴിഞ്ഞ് ഹൈസ്കൂൾ സമയത്തൊക്കെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ നാടോടി നൃത്തങ്ങൾ ചെയ്യും. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം ലഹരിക്കെതിരെയൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിന്റെ ഫോക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ലഹരിയുടെ കഴിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നം വരിക, അതിന്റെ അഡിക്റ്റ് ഒക്കെ എന്താണ് എന്നൊക്കെയുള്ള ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചത് ഇങ്ങനെ 5 മിനിറ്റ് ആണ്. നാടോടി നൃത്തം സംഭവം 5 മിനിറ്റ് ഒക്കെയാണ്. അപ്പൊ അതിങ്ങനെ കളിച്ച് ആ 5 മിനിറ്റ് കൊണ്ട് ലൈഫ് എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിച്ച് നിർത്തുമായിരുന്നു. അങ്ങനെ കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ പള്ളിയിലാണെങ്കിലും മദ്യവിരുദ്ധ സംഘടനയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയി ജോയിൻ ചെയ്യും. അതിനൊക്കെ ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞു നടന്ന് നാട്ടില് നല്ലൊരു വ്യക്തിത്വമായിരുന്നു. അതിനുശേഷം അങ്ങനെ ജീവിതം പോകും. പപ്പയുടെ മദ്യപാനം ഉണ്ടെങ്കിലും ഈ ചില ദിവസങ്ങളൊക്കെ മാത്രം ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അത്രമാത്രം ഒരു ഭീകരതയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ നോർമലായിട്ട് അങ്ങനെ പോയി. അപ്പം പള്ളിയിൽ പോകുന്നു, വരുന്നു, സ്കൂളൊക്കെ വരുന്നു. അങ്ങനെ 10ാം ക്ലാസ്, +2 ജീവിതമൊക്കെ കഴിഞ്ഞു. +2 കുറച്ചുകൂടെ ഫ്രണ്ട്സ് ഒക്കെ ആയി. ആ സമയത്തും +2 ഒരിക്കലും ഞാൻ മദ്യത്തെ ചിന്തിക്കാനോ അല്ലെ സിഗരറ്റിനെ പറ്റി ചിന്തിക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. അതിനുശേഷം +2 കഴിഞ്ഞ് 2002 +2 കഴിയുന്നു. അങ്ങനെ കഴിഞ്ഞ് എന്റെ ഒരു കൂട്ടുകാരൻ മിലിറ്ററിയിൽ പോയി. ഒരു കൂട്ടുകാരനായിരുന്നു. അവൻ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തു +2 കഴിഞ്ഞ വളരെ. അങ്ങനെ അവൻ മിലിറ്ററിയിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞ് ലീവിന് വന്ന സമയത്ത് അവനെ കണ്ട സമയത്ത് ഇങ്ങനെ ഒരു ബിയർ തന്നു. അപ്പൊ കുടിക്കാന്ന് പറഞ്ഞു. അപ്പം ആ ഡാൻസിന്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ ചുമ്മാ ഒരു ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലൊക്കെ എ ഗ്രേഡ് കിട്ടാൻ വേണ്ടി കളിക്കുന്ന സംഭവം. അത് ഞാൻ ഉൾക്കൊണ്ട് ചെയ്തൊന്നുമല്ല. എനിക്ക് പ്രൈസ് കിട്ടണം, എനിക്ക് എ ഗ്രേഡ് കിട്ടണം, ആ മൂഡിൽ കളിച്ചതൊക്കെ ആയിരുന്നു. എനിക്ക് അത് പിന്നീട് മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ ഞാൻ വേണ്ട, ബിയർ ഒന്നും വേണ്ട, അതൊക്കെ മദ്യമാണ്, അത് ഞാനും കഴിക്കാത്ത വ്യക്തിയാണ്. ശരി, ഇതൊക്കെ കഴിക്കണതൊക്കെ ആണുങ്ങൾ കഴിക്കേണ്ട സാധനമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്തപ്പം ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കി. ആദ്യത്തെ കള്ളുകൂടി എന്നാണ് എന്റെ ഓർമ്മയിലുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല, ബിയറാണ് കഴിച്ചത്. അതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവൻ ബിയർ തന്നു, ഞാൻ ബിയർ കുടിച്ചു. ആദ്യം കയ്പൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഒരു ബിയർ കുടിച്ചു. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു, പിന്നെയും കഴിച്ചു. ആ കഴിച്ച ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വായൊക്കെ കഴുകി വൃത്തിയായിട്ട് പോയി. എന്റെ വീട്ടിലൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെയാണ് അങ്ങനെ ഒരു ഫ്രണ്ടാണ് എനിക്ക് മദ്യം തരുന്നത്. അപ്പം ഞാനൊരു മദ്യപാനിയാണോ? അതിനു മുമ്പ് ഞാൻ മദ്യം ശ്രദ്ധിച്ചിട്ടില്ല, കുപ്പികൾ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഒരു ബിയർ കുടിച്ചു. എല്ലാരും കഴിക്കുന്നൊക്കെ പറഞ്ഞ് തന്നു. അപ്പൊ ഞാനും +2 ഒക്കെ കഴിഞ്ഞു. ആ ഒരു 10-18 വയസ്സ് ആ സമയത്തല്ല, ആ സമയം കഴിഞ്ഞിട്ടാണ്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ടാണ് ചെയ്തത്. ഓക്കെ, നോർമലായിട്ട് അതങ്ങ് കഴിഞ്ഞു. പിന്നീട് അവൻ നേരെ തിരിച്ച് അവൻ ലീവൊക്കെ കഴിഞ്ഞ് പോയി. എന്റെ ആദ്യകാലം ഒരു 2005-2006 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 2 ബിയറൊക്കെ ഞാൻ കഴിക്കലുണ്ടായിരുന്നു. എനിക്കാണ് മദ്യത്തെ പറ്റി ചിന്തിക്കലും, ഞാൻ മദ്യം ഒന്നും പുറത്ത് കാണുന്നേ ഇല്ല. ഞാനത് പറയാൻ കാര്യം എന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ചിന്തിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം. അന്നത്തെ കാലത്ത് മദ്യം ഒന്നും കാണുന്നില്ല. പപ്പയുടെ മദ്യപാനം വീട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, നോർമലായിട്ട് പോകുന്നു. ദേഷ്യം കൂടുതലായിരുന്നു. ചില ദിവസങ്ങളൊക്കെ വീട്ടില് എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ചില ദിവസമൊക്കെ വീട്ടില് പ്രശ്നമായി പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും.
ആ സംഭവങ്ങളൊക്കെ ചെയ്യും, ദേഷ്യപ്പെട്ടും കിടന്നുറങ്ങും. ഒരു മാക്സിമം പോയി ഒരു 12 മണിയാകുമ്പോൾ കിടന്നുറങ്ങി നോർമലായിട്ട് പോകും. വേറെ അങ്ങനെ ഭീതികരമായ സംഭവമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഈ മദ്യത്തെപ്പറ്റി ഇത്രമാത്രം സംഭവമാണ്, ഇത് വലിയ സംഭവമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മദ്യം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നോർമലായിട്ട് ഒരു ടോക്ക് മാതിരി പോയി. അത്രയും പ്രായമുള്ള പക്വതയുള്ളത്. അതിനുശേഷം 2007 കോളേജില് 2007 കോളേജില് പഠിക്കാൻ വേണ്ടി പോയി. എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്, ബയോമെഡിക്കൽ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അപ്പം ആ ഒരു കോളേജിൽ പഠിച്ച സമയത്തൊക്കെ നോർമലായിട്ട് അത്യാവശ്യം തന്നെ ചെറുതായിട്ടുള്ള മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്നു. അത് വല്ലപ്പോഴും ഒരു ബിയർ വാങ്ങി അടിക്കും ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോൾ. പിന്നെ അവിടുന്ന് സിഗരറ്റ് വലി പഠിച്ചു. അപ്പൊ ഒരു സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എനിക്ക് സിഗരറ്റ് വലി ഉണ്ടായിരുന്നു. ഞാൻ മദ്യപാനിയായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു ഇപ്പോഴൊക്കെ ആ സമയത്ത്. അപ്പം ആ ഒരു സിഗരറ്റൊക്കെ 5-6 പരിപാടി വലിക്കും ആ സമയത്തൊക്കെ. അങ്ങനെയൊക്കെ വലിക്കും, വലിയ ആളാന്നുള്ള വിചാരമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ വലിച്ചു കിടന്നു. സ്ഥിരമായിട്ട് അങ്ങനെ ഒരു മദ്യപാനമോ ഒന്നും ഇല്ലായിരുന്നു. 2007 കോളേജ് കഴിഞ്ഞ ശേഷം എന്റെ ഫാദർ കോൺട്രാക്ടർ ആയിരുന്നു. അപ്പം അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള വീടാണ്. അപ്പൊ ഒരു വർഷം ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഒക്കെ നടന്നു. ആ സമയത്ത് എന്റെ ഈ ഫ്രണ്ട് വരുമ്പോ ഇതിന് ആദ്യകാലത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് കൂടി ഞങ്ങള് വെള്ളം അടിക്കാൻ തുടങ്ങി. ശരിക്കും ഞങ്ങൾ ഒരു റമ്മൊക്കെ അടിച്ചു. അങ്ങനെ വലിയ ആളാണെന്നുള്ള വിചാരിച്ചൊക്കെ നടന്നു. 2008 പപ്പയുടെ മരണം. പപ്പ നമ്മളെ കോൺട്രാക്ടർ ആയിരുന്നു. പപ്പ ബാംഗ്ലൂർ ജോലിക്ക് വേണ്ടി പോയ സമയത്ത് അങ്ങനെ അവിടുന്ന് ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ മരിച്ചു. അപ്പൊ തന്നെ മരണപ്പെട്ടു. പോയ ജോലിക്ക് അന്ന് ജോയിൻ ചെയ്യാൻ പോയി. ഓർഷാൻസ് ഒരു കമ്പനിയായിരുന്നു ബാംഗ്ലൂര്. അങ്ങനെ പോയി മരണപ്പെട്ടു. അപ്പം ആ സമയത്ത് ഈ പപ്പ അതിനു മുമ്പഴൊക്കെയോ പപ്പ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, എന്തൊരു മദ്യപാനം, നശിച്ചു പോട്ടോ ചിന്തിക്കായിരുന്നു. പക്ഷെ അതോടുകൂടി എന്റെ എല്ലാ കൺട്രോളും, എന്നെ കൺട്രോൾ ചെയ്യാൻ പിന്നെ ആളില്ലാത്തൊരു മോഡലിലേക്ക് മാറി. ആ സമയം വരെ ഞാൻ ഒത്തിരി പപ്പയ്ക്ക് ദേഷ്യവും കൂടുതലായിരുന്നു, പേടിയായതുകൊണ്ടും ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ പുറത്തേക്ക് പോകാറില്ല. ഒന്നും പോകില്ല. കറക്റ്റ് സമയത്ത് വീട്ടിൽ വരും, 6:30 വീട്ടിൽ വരും. അങ്ങനെയൊക്കെ നോർമലായിട്ട് കുട്ടിക്കാലം പോയി. പപ്പയുടെ മരണശേഷം എന്നെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാണ്ട് ഒരു അവസ്ഥയിലേക്കായി. 2008 കാലഘട്ടങ്ങളിലൊക്കെ ഈ കൂട്ടുകാരൻ അവൻ ലീവിന്റെ കുറഞ്ഞ 3 മാസം കൂടുമ്പോ ഒക്കെ വരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കമ്പനി കൂടും. ഞങ്ങള് പിന്നെ ചിലപ്പം ഇവിടെ റൂം എടുക്കുമായിരുന്നു. ആ സമയത്തൊക്കെ റൂം എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ആ സമയത്ത്. പപ്പയുടെ മരണശേഷം ഞാൻ പറഞ്ഞ ശേഷം അപ്പം ഒരു മാസത്തെ ഒന്നും ചിലപ്പോൾ റൂം എടുത്തിട്ട് ജസ്റ്റ് ഭക്ഷണം കഴിക്കും ചെറിയ മോഡലിലൊക്കെ ഉള്ളൂ. വലിയൊരു മദ്യപാനം രോഗിയായൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ വേണം എന്നുമില്ല. അങ്ങനെ നോർമലായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അവിടുന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ പിറ്റേ ദിവസം വിളിച്ച് സംസാരിച്ച് ക്ലിയർ ആകുന്ന പ്രശ്നങ്ങൾ മാത്രമേ. പിന്നെ എനിക്ക് 2011 എനിക്ക് ഒമാനിലേക്ക് പോകാൻ പറ്റി. ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നോർമൽ ആയിട്ടുള്ള മദ്യപാനമായിരുന്നു. പക്ഷെ ചില ദിവസങ്ങളൊക്കെ മദ്യപാനം കൂടിപ്പോയിട്ടുണ്ട്. ഒരു ഞങ്ങളുടെ എന്റെ സ്ഥലം കണ്ണൂർ കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടുന്ന് ഈ വയനാട്ടിലേക്ക് കയറാം. വയനാട്ടിൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് മദ്യപിച്ച് ഞങ്ങള് തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട്. അങ്ങനെ എന്റെ ആക്സിഡന്റ് നടക്കുന്ന മദ്യപിച്ച ശേഷം പപ്പയ്ക്ക് ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫ്രണ്ട്സും ഒത്ത് ഈ കണ്ണൂർ ദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് ഈ മാനന്തവാടി വയനാട് അറിയാൻ. അപ്പൊ ഞങ്ങളെ ചുരം വഴിക്കൊക്കെ കയറി വരും. വെള്ളമടിച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരും എൻജോയ് ചെയ്ത് പോകുന്നു. ഒന്നും വലിയ വയലൻസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം എനിക്ക് പിന്നീട് ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന സമയം ഒരു ദിവസം ഒരു സ്ട്രെയിറ്റ് റോഡ് ഒരു വളവാണ്. ആ വളവ് നല്ല മദ്യമാണ്, ചെറിയൊരു മൂടാണ്, നല്ലൊരു മദ്യത്തിന്റെ ഒരു ഇതുണ്ട്, ഹാങ്ങോവറിലാണ് വരുന്നത് തന്നെ. അപ്പൊ ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞിട്ട് എന്റെ പുറയിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, എടാ വളവ് കഴിഞ്ഞിട്ടില്ല, നീ വളച്ചോന്ന് പറഞ്ഞു. പക്ഷെ വളവൊക്കെ നേരത്തെ കഴിഞ്ഞായിരുന്നു. എന്നാൽ വണ്ടി വന്ന് ഒരു കല്ലിന്റെ മുകളിൽ കയറി അടിച്ച് താവോട്ട് വീണ് കഴിഞ്ഞപ്പോ വീണപ്പോ എനിക്ക് മനസ്സിലായി വണ്ടി ഇടിക്കുമെന്ന്. എന്നാലും ക്രാഷ് കാർഡൊക്കെ ഉള്ളതുകൊണ്ട് ബുള്ളറ്റ് ആയതുകൊണ്ടും എനിക്കൊന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ വണ്ടിയുടെ ക്ലച്ചിന്റെ പെഡലൊക്കെ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ വലിയ ഫീലാക്കി. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലും സീനും പ്രശ്നമൊക്കെ ആയി. അപ്പൊ എന്റെ ഒരു മൈൻഡ് അങ്ങനെ മാറാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് എനിക്കൊന്ന് മാറിയായിരുന്നു. അപ്പൊ ഞാൻ വലിയ കരഞ്ഞുകൊണ്ട് വണ്ടിയൊക്കെ ഓടിച്ചു. പിന്നെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, ഫുഡൊന്നും കഴിച്ചില്ല. തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്ന് മമ്മീനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മദ്യം കഴിച്ചായിരുന്നു മമ്മി. മദ്യം കഴിച്ചിട്ട് പപ്പയുടെ വണ്ടി ആയതുകൊണ്ട് സെന്റിമെന്റൽ കുറച്ച് കൂടുതൽ. എനിക്ക് ഒത്തിരി സെന്റിമെന്റ് ആണ് പപ്പയായിട്ട്. അങ്ങനെ കരഞ്ഞു. അപ്പൊ സോറി പറഞ്ഞു. പിന്നെ ഓക്കെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് മദ്യപാനം അന്ന് കുറച്ച് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 പെറ്റി കൂടുതൽ കഴിച്ചെന്ന് തോന്നുന്നു. 2011 മുമ്പാണ് ഞാൻ പറയുന്നത്. 2011 അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അങ്ങനെ മദ്യപിക്കണം എന്നൊരു ചാൻസ് ഒന്നുമില്ല.
വല്ലപ്പോഴും കമ്പനി കുടുംബം മാത്രം മദ്യം കഴിക്കും. നോർമലായിട്ടൊരു സംഭവം. ജീവിതത്തില് മദ്യം വേണമെന്നോ ഒരിക്കലും എടാ മദ്യം കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറയും വേണ്ടെന്നോ കുഴപ്പമില്ല. വേണമെങ്കിൽ ഓക്കെ എന്ന മോഡലിലൊക്കെ പോകുമായിരുന്നു. 2011 ശേഷം എനിക്ക് ഒമാനിലേക്ക് ജോബ് ഓഫർ കിട്ടി. 2011 ഞാൻ ഒമാനിൽ വന്നു. മസ്കറ്റിലെ ഞാൻ MOH ലാണ് വർക്ക് ചെയ്തത്. MOH ഒരു ഹോസ്പിറ്റലിൽ കയറി. അപ്പൊ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള പോസ്റ്റ് കയറുന്നത്. അത്യാവശ്യം നല്ല ജോബാണ്, സാലറി ഉള്ള ജോബൊക്കെയാണ്. അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടി. ലൈസൻസ് ഒക്കെ എടുത്തു. അങ്ങനെ ആദ്യം കമ്പനി അക്കൗണ്ട്സിൽ താമസിച്ചു. അപ്പൊ ഒരിക്കലും ആദ്യത്തെ ഒരു വർഷത്തിൽ എനിക്ക് ഞാൻ 1-2 വർഷം ഉണ്ടാകാൻ മദ്യപിച്ചിട്ടുള്ളൂ. കാരണം ഏതോ ഓണത്തിനും വിഷുവിനൊക്കെ ജസ്റ്റ് മദ്യപിച്ചു. അപ്പോൾ എന്റെ മദ്യം എന്ന സാധനം മനസ്സിലൊന്നുമില്ല, നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2011 കഴിഞ്ഞു. അറിയാതിരിക്കും എല്ലാവർക്കും, ഗൾഫിലൊക്കെ ഉള്ള വ്യാഴാഴ്ച വെള്ളി ശനി ഓഫാണ്. അപ്പൊ വല്ലപ്പോഴും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം പോയി ഒന്ന് മദ്യപിക്കും, ഫുഡ് കഴിച്ച് തിരിച്ചു പോരും, കിടന്നുറങ്ങും. അതിനുശേഷം 2012 ഞാൻ അവിടെ കുറച്ച് പരിചയമൊക്കെ ആയി, ഒമാൻ വലിയ പരിചയമൊക്കെ ആയി. 2013 കുറച്ചുകൂടെ നല്ല പോസ്റ്റ് ഒക്കെ കിട്ടി, ഹയർ പോസ്റ്റ് സാലറി ഒക്കെ കൂടിയപ്പോൾ ഞാൻ ആദ്യം താമസിച്ചത് കമ്പനി അക്കോമഡേഷനിലായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഓക്കെ വലിയ ആളായല്ലോ, മാറാന്നൊക്കെ ഓർത്തിട്ട് വേറെ റൂമിലേക്ക് മാറുന്നു. അപ്പൊ വേറെ ആ റൂമിൽ മാറേണ്ട വന്നിട്ടുണ്ടല്ലോ. ആ റൂമിൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ, അത് സ്ഥലം ഞാൻ പറയാം, മസീറ പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അങ്ങനെ അവിടെ ഒരു പുതിയ ഹോസ്പിറ്റലിന്റെ പരിപാടിക്കാണ്ട് എന്നെ വിട്ടു. ഞാനാണ് ആ ഹോസ്പിറ്റലിന്റെ മൊത്തം കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വന്ന് ഈ ചേട്ടനൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ വേറെ സെപ്പറേറ്റ് റൂം എടുത്തു. അവിടെ ഫസ്റ്റ് കമ്പനിയുടെ കൂടെ താമസിച്ചെങ്കിലും പിന്നീട് റൂം എടുത്തു. ആ ചേട്ടൻ ഡെയിലി കഴിക്കുന്ന ചേട്ടനായിരുന്നു. ആ പുള്ളി ഒരു പമ്പിന്റെ മാനേജറാണ്, പെട്രോൾ പമ്പിന്റെ. അപ്പൊ സീ ഏരിയ ആയതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും. അപ്പൊ 2013 കാലഘട്ടങ്ങളിലൊക്കെ നല്ലപോലെ ഡെയിലി ചില ദിവസങ്ങളൊക്കെ അടിക്കും. പുള്ളി എന്നും അടിക്കുന്ന വ്യക്തിയായിരുന്നു. പുള്ളിക്ക് എന്നും വേണമായിരുന്നു. പുള്ളി 2 പെഗ് അടിച്ചിട്ട് സോഷ്യൽ ഡ്രിങ്കറെ പോലെ പോകുന്നു, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. പുള്ളി കഴിച്ച് പുള്ളി നോർമലായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ എനിക്കത് റൊട്ടീനായിട്ട് മാറി. ആ പുള്ളി കാരണം കഴിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി എന്നെ നിർബന്ധിക്കത്തൊന്നുമില്ല. പുള്ളി റൂമിൽ കഴിക്കുന്നു, പുള്ളി കമ്പനീസ് വന്നു പോകുന്നു, ഞാൻ വേറെ റൂമിൽ കിടക്കുമായിരുന്നു. അവിടുന്ന് അങ്ങനെ ചെറുതായിട്ട് അപ്പൊ പിന്നീട് ഫ്രഷ് മീൻ, അതായത് കിങ് ഫിഷ് ഒക്കെ ഉള്ള പോലെ നമ്മുടെ നാട്ടിലെ ചൂര കേരളത്തിൽ അങ്ങനെ വലിയ കിങ് ഫിഷ് ഒക്കെ കിട്ടുന്ന സമയത്ത് പുള്ളിക്ക് ഫുൾ ഫിഷ് കിട്ടും. അപ്പൊ പുള്ളി കൊണ്ടുവന്ന് അത് ഗ്രില്ല് ചെയ്യും അല്ലെങ്കിൽ വറുത്ത് കഴിക്കും. ആ സമയത്ത് ഈ ഭക്ഷണത്തിന്റെ കൂടെ ഞാനും മദ്യവും നോർമലായിട്ട് അങ്ങനെ സേവിച്ചു. അങ്ങനെ നോർമലായിട്ട് പിന്നെ എനിക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും വൈകിട്ട് മദ്യം വേണമെന്നൊരു സംഭവമായി. ഇന്ന് നാളെ ഓഫ് ആണല്ലോ, ഇനി മദ്യം കഴിക്കാലോ എന്നുള്ളൊരു മൈൻഡിലേക്ക് വന്നു. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ മേടിക്കും അല്ലെങ്കിൽ ആ ചേട്ടൻ മേടിക്കും. അന്ന് അവിടെ ഒന്നും ഈ സാധനം കിട്ടത്തില്ല. മദ്യം ഒമാനിൽ ലൈസൻസ് വേണമായിരുന്നു മദ്യം വേണമെങ്കിൽ. 2013 കാലഘട്ടം ഇപ്പോഴും വേണം തോന്നുന്നു. അപ്പൊ ഈ ഐലൻഡ് ഏരിയക്കുള്ള അങ്ങനെ മദ്യം കിട്ടില്ല. അവിടെ ഒരു മിലിറ്ററി ഒരു ഏരിയ ഒക്കെ ഉണ്ട്. പിന്നീട് മദ്യം കിട്ടാൻ വേണ്ടി അവരെ കണക്ഷൻ ആക്കി നല്ലപോലെ മദ്യപാനം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നൈറ്റ് ഫുള്ളൊന്നും ഇല്ലായിരുന്നു. നൈറ്റ് കഴിക്കും, ജസ്റ്റ് കിടന്നുറങ്ങും, വേറെ വയലൻസോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. 2014 കഴിഞ്ഞ ശേഷം ഞാൻ ഫ്രണ്ട്സോടൊക്കെ പിന്നെ മാക്സിമം എല്ലാ വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ച നൈറ്റും ഒക്കെ മദ്യം കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങി. പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരാൻ മദ്യം കഴിക്കുമ്പോൾ. എനിക്ക് മദ്യം കിട്ടിയിട്ടില്ലെങ്കിലും ലാസ്റ്റ് ചിലപ്പം 5-6-7 പഗ്ഗം കഴിക്കും. ആ 7 പഗ്ഗം കഴിച്ച് കഴിയുമ്പോൾ ചുമ്മാ എന്തൊരു ചെറിയ പ്രശ്നമൊക്കെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. ദേഷ്യം എനിക്ക് ഉള്ളതായിരുന്നു. അപ്പം ഗ്ലാസ് ലാസ്റ്റ് ലവ് സിപ്പ് എന്നൊക്കെ നമ്മൾ പറയാൻ തോന്നുന്നു, എന്തൊക്കെ മാറി പറയും. അപ്പൊ ഒഴിച്ചത് കുറഞ്ഞു പോയി, കൂടി പോയി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കാര്യത്തിന് കയറി വയലന്റ് ആയി, പ്രശ്നമായി. അങ്ങനെ കുറച്ച് ഷൗട്ടിംഗ് ഒക്കെ ചെയ്ത് സംഭവിച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് സെയിം പ്രായക്കാരായതുകൊണ്ടും ഈ ചേട്ടൻ വേറെയാണ്, ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സ് വേറെ ആയിട്ടാണ് കഴിക്കുന്നത്. സോറി, അത് പറയാൻ പറ്റുമോ? ആ പുള്ളിക്കാരോട് കഴിക്കുമെങ്കിൽ അത് പുള്ളിയുടെ റൂമിലാണ്. പുറത്ത് ഞാൻ വ്യാഴാഴ്ചയായിട്ട് പിന്നീട് ആ റൂമിൽ നിന്ന് മാറി ഫ്രണ്ട്സിനൊപ്പം മദ്യപിക്കുന്ന ഒരു സംഭവത്തിലേക്ക് മാറി. ഈ വ്യാഴാഴ്ച നൈറ്റും വെള്ളിയാഴ്ച രാത്രിയിലൊക്കെ ആയിട്ട്. ആ സമയത്ത് ഒരു വയലന്റ് പ്രശ്നമൊക്കെ ഉണ്ടായി, വയലന്റ് ഒക്കെ ഒത്തിരി ആവുമായിരുന്നു. പക്ഷെ അത് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരത് വിട്ടുകളയും. രാവിലെ നോർമലായിട്ട് ഭയങ്കര ഹാങ് ഓവർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2015 കല്യാണം കഴിഞ്ഞു. ഞാൻ ലവ് മാരേജ് ആണ്. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഞാൻ 10 വർഷമായിട്ട് ശേഷം എനിക്കൊരു കുട്ടി ഇഷ്ടമായിരുന്നു. അത് ഇപ്പൊ പറഞ്ഞു ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം പഠനമൊക്കെ കഴിഞ്ഞ ശേഷവും ജോലിയൊക്കെ ആയ ശേഷം നോക്കാമെന്ന് പറഞ്ഞു. വീട്ടിലും അത് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. 2015 ഞാൻ അവൾ സൗദിയിലായിരുന്നു, ഞാൻ ഒമാനിലായിരുന്നു. അങ്ങനെ മാരേജ് ചെയ്തു. മാരേജ് ശേഷം 2015 ശേഷം തിരിച്ച്
ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ സൗദിക്കും പോയി, ഞാൻ മസ്കറ്റിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം ഒരു 2-3 മാസമൊക്കെ കഴിക്കാണ്ടിരുന്നു. കല്യാണത്തിന്റെ ഒരു മൂഡായിട്ടിരുന്ന് അവരെ വിളിക്കുകയും പറിച്ചൊക്കെ ചെയ്തു. പിന്നീടും എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മദ്യം കഴിക്കണം ടെൻഡൻസിലേക്ക് വന്നു. എല്ലാ ദിവസവും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ഇട ദിവസങ്ങളിലും കഴിക്കും. 1 മണിക്കൂറോ കഴിയെ കിട്ടും. അവിടെ നിന്നൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. പിന്നീട് ആ ദേഷ്യം മാറി മാറി വൈഫിനെ വിളിച്ച് തെറിയെല്ലാം പറഞ്ഞു അങ്ങനെ ഒരു മോഡലിലേക്ക് മാറി. ഈ ഫോണിൽ ഒത്തിരി അട്രാക്ഷൻ, ഫേസ്ബുക്കിൽ ഇങ്ങനെ സംസാരിക്കുക, ആൾക്കാർ റോങ് പിടിക്കുക, വയലന്റ് ആകുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന മൈൻഡിലേക്ക് മാറി. അത് മദ്യം കഴിക്കും മാത്രം. ആ സമയത്ത് ഞാൻ നോർമലായ മനുഷ്യനാണ്. പക്ഷെ ഈ രാത്രി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞു. ഞാനപ്പം ഈ മിഷന്റെ ബയോമെഡിക്കൽ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിന്റെ ഇതാണ്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ മിഷനും എന്റെ അണ്ടറിലാണ് വരുന്നത്. ആ മിഷൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഫുൾ നൈറ്റ് ഞാൻ ചിലപ്പം ഞാൻ തന്നെ പോയി അത് ചെയ്യേണ്ട വരും. എന്റെ റിപ്പയർ ചെയ്യേണ്ടി വരും. ഐസിയിൽ ഒരു വെന്റിലേറ്റർ ഒരു പേഷ്യന്റ് കിടക്കുവാണെങ്കിലും ആ വെന്റിലേറ്ററിന് കംപ്ലൈന്റ് വന്നാലും ഞാനാണ് പോയി ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മദ്യം കഴിക്കാനുള്ള ഓഫ് നോക്കി ആരിലൊക്കെ ഉണ്ടെങ്കിൽ, എന്റെ അണ്ടറിൽ കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. പിന്നീട് 2010 ശേഷം മദ്യം എനിക്കൊരു ഒത്തിരി രസമായി തോന്നിയ ഒരു കാലം. ആ സമയത്ത് ഞാൻ രാത്രിയിൽ കഴിക്കാൻ ഫോണൊക്കെ വന്ന ഹോസ്പിറ്റലിലെ ഫോൺ എടുക്കത്തില്ല. ലാസ്റ്റ് ഞാൻ അത് അടുത്ത ആൾ വിളിച്ച് അങ്ങോട്ടും അവര് ആ ഡ്യൂട്ടി ചെയ്ത് കവർ ചെയ്ത് പോവായിരുന്നു. അപ്പൊ എനിക്ക് മദ്യം അവസാനം ആ സമയത്ത് എനിക്ക് നിർബന്ധമായിട്ടും വേണം. എല്ലാ വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ചകളും വേണം എന്ന് സംഭവമായി. നിങ്ങൾക്ക് ആർക്കും മേടിക്കാൻ പറ്റില്ല, ഞാൻ മേടിക്കാൻ പറഞ്ഞ് ആ റൂംമേറ്റിനെയൊക്കെ ഞാൻ കൂട്ടി ഞാൻ മദ്യപാനം അങ്ങനെയാക്കി. അതിനുശേഷം ഞാൻ തിരിച്ച് പിന്നെയും ആ പുതിയ ഹോസ്പിറ്റലിന്റെ പ്രൊജക്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ലൊക്കേഷൻ മാറി മാറിയായി കിട്ടുക. സൂർ എന്ന ഏരിയ ഉണ്ട്, അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. അപ്പം ലാസ്റ്റ് പിന്നെ ഞാൻ ആ മസീർ ഐലൻഡിലേക്ക് ഈ കല്യാണ ശേഷം ഞാൻ അങ്ങോട്ട് തന്നെ വന്നത്. കല്യാണം തിരിച്ച് ഞാൻ അങ്ങോട്ട് വന്നു, മസീറേക്ക് തന്നെ വന്നു. അവിടുന്ന് നല്ല മദ്യപാനമായി. ഈ ചേട്ടന്റെ റൂമിൽ തിരിച്ച് ഞാൻ വന്നു. ഞങ്ങൾ റൂം ഷെയർ ചെയ്ത് മദ്യപാനം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും തന്നെ മദ്യപിക്കുന്ന അവസ്ഥയാണ്. അധികമൊന്നും കഴിക്കത്തില്ല, പക്ഷെ ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ നല്ലപോലെ മദ്യം കഴിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യും. എന്തൊക്കെ ചീട്ടുകളി എന്തൊക്കെയോ പൈസ വെച്ച് അങ്ങനെ നല്ല നോർമലായിട്ട് കളിച്ച് എൻജോയ് ചെയ്ത് പോകുന്നു. മദ്യത്തിന്റെ ഒരു എഫക്റ്റ് കാണുന്നത് 2015 ലാസ്റ്റോളം, അല്ല 2015 ഓണം മാരേജ് കഴിഞ്ഞ സമയത്താണ്. ആ സമയത്ത് അവളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ പെണ്ണുകൾ വിളിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം എന്റെ മെയിൻ പ്രശ്നം എനിക്ക് ഓർമ്മയില്ല. ഈ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള ഈ 2015 ശേഷമുള്ള മദ്യപാനമാണ് എന്നെ ഒരു മെമ്മറി കുറെ കുറച്ച് കളഞ്ഞത്. അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഒരു ഓണത്തിന് 2015 ഓണത്തിന്റെ അന്ന് ഇങ്ങനെ ഈ ഓണാഘോഷം നടക്കുവാന്ന് ഒരു സ്റ്റേഡിയത്തിലും കണ്ടു. കുറച്ചങ്ങ് പോകാൻ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ എനിക്കന്ന് എംഒച്ചിന്റെ വണ്ടിയൊക്കെ ഉണ്ട്, ഡ്രൈവറൊന്നും ഇല്ല. എനിക്ക് ലൈസൻസ് കിട്ടിയായിരുന്നു ഒമാനില്. അപ്പൊ എനിക്ക് ഓടിക്കാൻ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം എഞ്ചിനീയറിംഗ് പോസ്റ്റ് വിസ ആയതുകൊണ്ട് ഓടിക്കാൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഒമാനികളുടെ മൊത്തം വലിയ വണ്ടിയാണ്, നിസ്സാന്റെ വലിയൊരു വണ്ടിയാണ്. ആ വണ്ടി എടുത്ത് ഞങ്ങള് മദ്യപാനം ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആ സ്റ്റേഡിയത്തിലേക്ക് ഫംഗ്ഷന് പോയ സമയം എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡൊക്കെ ഒന്ന് ബ്ലാങ്ക് ആയി, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ വണ്ടി അവിടം വരെ ഓടിച്ചെത്തി തിരിച്ച് കയറുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആയി. ഞാൻ നോർമൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി റൈറ്റ് സൈഡിൽ ഞാൻ ഒന്നും നോക്കാതെ നേരെ ലെഫ്റ്റിലേക്ക് കയറി. അവിടുന്ന് ആ സമയത്ത് അവിടുന്ന് വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിയിട്ട് അടിച്ചു. വണ്ടി 3-4 റൗണ്ട് മറിഞ്ഞ്. അപ്പൊ എന്റെ വണ്ടിക്കുള്ളിലേക്ക് 1, 2, 3, 4 പേര്, ഞാൻ അടക്കം 5 പേരാണ് ഞാൻ ആ വണ്ടി ഓടിച്ചു. വണ്ടി മൊത്തം എല്ലാരും മദ്യപിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല. വണ്ടി 3-4 റൗണ്ട് മറിഞ്ഞ് വണ്ടിയുടെ പോയി നിന്നു. എങ്ങനെ രക്ഷപ്പെട്ട ഞങ്ങൾക്ക് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്റെ നെറ്റി പൊട്ടി നല്ല ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്കപ്പോ ചെറിയൊരു മന്തിപ്പ് മാറി, എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല. അപ്പൊ ആൾക്കാരെല്ലാം ഓടിക്കൂടി. പക്ഷെ ആർക്കും വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാളും അതിനകത്തേനും പോലീസ് വന്നു. ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണ്ട. എന്റെ ബ്ലഡ് ഇങ്ങനെ തല പൊട്ടിയിട്ടില്ല, സ്കിന്നാണ് പൊട്ടിയെന്ന് തോന്നുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് വലിയ പരിക്കുകൾ ഇല്ലായിരുന്നു. അങ്ങനെ നല്ലപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഒരു നല്ല മദ്യം കഴിച്ചതിന്റെ ഹാങ് ഓവർ ശരിക്കും ഉണ്ട്. അപ്പൊ എനിക്ക് വേദനയൊന്നും ഫീൽ ആകുന്നില്ല. എന്തോ വെള്ളം പക്ഷെ വെള്ളമല്ലായിരുന്നു, അത് ബ്ലഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോലീസ് വണ്ടി വന്നു, വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഈ പഴയ റൂംമേറ്റ്, ഞാൻ ഈ പെട്രോൾ പമ്പിലെ മാനേജേട്ടൻ കുറെ കാലം ചേട്ടനായതുകൊണ്ടും അവിടെ പോലീസുകാർക്ക് അറിയാവുന്നതുകൊണ്ടും അവർക്ക് സംഭവം മനസ്സിലായി ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ പ്രശ്നം ഞങ്ങളത് മദ്യം ഇല്ലാത്ത മോഡലിൽ സോൾവ് ആക്കി. അത് മദ്യം ഇല്ലാത്ത കേസ് ഒന്നും ആക്കാത്ത മോഡലിൽ അതാക്കി. ആ സംഭവം ചെല്ലുമ്പോൾ എനിക്ക് 9 സ്റ്റിച്ച് തലയുടെ എന്റെ റൈറ്റ് സൈഡില് മുകളിലായിട്ട് ഇപ്പോഴും ആ പാടുണ്ട്. മുടിയൊക്കെ ഒന്ന് വടിച്ചു കളഞ്ഞ് അവർ സ്റ്റിച്ച് ചെയ്തു.
ബാക്കി ആൾക്കാർക്ക് കൈ ചെറിയ ചെറിയ പരിക്കുകളുള്ളൂ. എനിക്ക് മാത്രമേ മെയിൻ ആയിട്ടുള്ള പ്രശ്നമുള്ളൂ. ആ വണ്ടി മുഴുവൻ മൊത്തം പോയി. നിസാന്റെ ഒരു പിക്കപ്പ് മോഡൽ വണ്ടിയായിരുന്നു. നിങ്ങൾക്കറിയാം. ആ വണ്ടി മുഴുവൻ തകർന്നു പോയി. എന്തായാലും ഭാഗ്യം കൊണ്ട് കേസ് അവരാക്കിയിട്ടില്ല. അന്ന് ഒമാനില് ഈ ഓപ്പോസിറ്റ് ഇടിച്ച വണ്ടി പുതിയ വണ്ടിയായിരുന്നു. ആ വണ്ടി എടുത്തിട്ട് 2 മാസമായിട്ട്. പക്ഷെ ആ വണ്ടിക്ക് അവർക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട് പുതിയ വണ്ടി കിട്ടുമായിട്ട്. അവർക്ക് ആ പുതിയ വണ്ടി കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആൾക്കാരും പിന്നെ കേസാക്കാനൊന്നും പോയില്ല. എന്തായാലും ജീവിതത്തിൽ രണ്ടാമത്തെ ആക്സിഡന്റ് അന്നായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറിയൊന്നുമില്ല. ഹോസ്പിറ്റലിൽ തന്നെ ഒരു സോൾവ് ചെയ്ത് ഒഴിവാക്കി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും. പിന്നീട് ഒരു കുറച്ച് 3-4 മാസത്തേക്ക് മദ്യപാനം ഒന്നുമില്ല. വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് വൈഫ് തിരിച്ച് ഒമാനിലേക്കൊക്കെ വന്നു. തിരിച്ച് അവൾ നാട്ടിലേക്ക് പോയി. വേറെ ഹയർ എഡ്യൂക്കേഷനായിട്ടൊക്കെ പോയി നാട്ടിലേക്ക് വന്നു. ഞാൻ 2016 ഒമാൻ റിസൈൻ കൊടുത്ത് നാട്ടിലേക്ക് വന്നു. UK പോരാൻ വേണ്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ UK ഉള്ളത്. അപ്പൊ പിന്നെ UK എനിക്ക് അവൾ അങ്ങോട്ട് പോരാൻ വേണ്ടി എക്സാമിനൊക്കെ ആയിട്ട് അവൾ റിസൈൻ കൊടുത്ത് നാട്ടിലേക്ക് പോയി. എന്റെ ശരിക്കും ഒരു പ്രാകൃതമായ ഒരു മദ്യപാന രോഗിയുടെ ശരിക്കും റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോഴാണ് ശരിക്കും. 2016 ഞാൻ നാട്ടിലെത്തി. അന്ന് ഞാൻ മദ്യപ്പറ്റി പറയാൻ പാടില്ല. എന്നാലും ഞാൻ എടുത്ത് പറയാണ്. മദ്യം അന്ന് ഞാൻ ആപ്സിന്റെ ഒരു മദ്യമുണ്ട്. ഇതൊന്ന് മദ്യപാനികളെല്ലാം അറിയായിരിക്കും. ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടിയ 63% ആൽക്കഹോൾ ഉള്ള സാധനം. ഒരു വെള്ള കളറിലൊക്കെ ഇരിക്കും. ഷുഗർ ക്യൂബിനടിക്കും സംഭവം. സോറി, മദ്യത്തെ പറ്റി ഞാൻ പൊക്കി പറഞ്ഞെങ്കിൽ മോശം, ക്ഷമിക്കണം. ആ ഒരു മദ്യം ഞാൻ മേടിച്ചുകൊണ്ട് പോയി. വീട്ടിലെത്തി. അപ്പൊ ഒന്നും എന്റെ വീട്ടിൽ പപ്പയില്ല. ഞാനാണ് വീട്ടിലെ കുടുംബങ്ങൾ കാര്യങ്ങൾ മൊത്തം നോക്കിക്കൊണ്ടിരുന്നത്. പപ്പ മരിച്ച ശേഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ മൂത്ത മോൻ. മമ്മിക്ക് വർക്കൊന്നുമില്ല. മമ്മി വീട്ടില് ഹൗസ് വൈഫാണ്. അപ്പൊ ഞാൻ വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റി നോക്കി ചെയ്തതും, അനിയത്തിയെ നഴ്സിംഗ് പഠിപ്പിച്ചതും, അനിയൻ ചെറുതാണ്. അനിയന് ഇപ്പൊ 21 വയസ്സേ ഉള്ളൂ. അപ്പൊ അനിയന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അപ്പൊ ചില സമയത്ത് വീട്ടില് നോർമലായിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. മദ്യം ഞാൻ 3 ലിറ്ററോളം മദ്യം വാങ്ങിയിട്ടുണ്ട്. 2 ലിറ്റർ അലൗഡ് ഉള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ റിസൈൻ പോവായിട്ട് വേറെയൊക്കെ കാണിച്ച് മദ്യം കൂടെ ഞാൻ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ വന്ന ശേഷം അനിയനായിട്ടുള്ളൊരു പ്രശ്നം, വീട്ടിലെ മദ്യപാനത്തിന്റെ എഫക്ട് തുടർന്ന് അവിടെയാണ്. വീട്ടിൽ അനിയനൊക്കെ ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അനിയത്തിക്കും ഭയങ്കര റെസ്പെക്ട് ഒക്കെ ആയിരുന്നു. മദ്യപിച്ച് പലപ്പോഴും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പോലും അവർക്ക് എന്റെ ഇങ്ങനത്തെ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്, ഭയങ്കര മോശമാണെന്നുള്ള തലത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നാട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അനിയന്റെ മുടി കുറച്ച് നീളം കൂടുതലാണ്. 2016 അവന് മുടി നീട്ടുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ മുടി ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടമല്ല, അത് ആൾക്കാർക്കൊക്കെ മോശം തോന്നിക്കും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ചേട്ടായി ഞാൻ വെട്ടാന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ചോദിച്ചപ്പോ അവൻ ചോദിച്ചു. പിറ്റേ ദിവസം ഞാൻ ഓക്കെ എവിടെയോ പോയിട്ട് വന്നു, ഗൾഫിൽ നിന്ന് വന്നാണല്ലോ, പോയിട്ട് സമയത്ത് അവൻ മുടിയൊന്നും വെട്ടിയിട്ടില്ല. ഞാൻ അവനോട് ചെയ്യുന്ന മുടിയുടെ വെട്ടത്തേക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മുടി സ്റ്റൈലായിപ്പോ എനിക്കൊന്നും വെട്ടാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ ഞാനൊന്നൊരു ഭാവമുണ്ട്. അപ്പത്തേനും ഞാൻ നേരെ പോയി പൊട്ടിച്ച് ഈ ആപ്സിന്റെ സംഭവം 2 പെഗ് രണ്ടിടത്ത് അടിച്ചു. അടിച്ചിട്ട് പിന്നെ അവിടെ പോയി ചോദ്യം ചെയ്ത് പ്രശ്നമായി, അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അവനെ അടിച്ചു. എനിക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ല, മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും കുറച്ച് ആരോഗ്യം ധൈര്യം ഒക്കെ കൂടുതലായിരുന്നു. ഞാൻ അവനെ എടുത്ത് അടിച്ചു നോർമൽ അടിച്ചതാ. അപ്പൊ അവൻ റിയാക്ട് ചെയ്തു. അന്ന് അവന് 18 വയസ്സ് എന്തായാലും തോന്നുന്നു. അവൻ എന്നെ പിടിച്ചു. കാരണം ഞാൻ നല്ല പോലെ അടിച്ചു. കുറച്ച് ഈ 2 പെഗ് അടിച്ചാലും ഭയങ്കര എന്താ പറയാ, ഭയങ്കര മൂഡിലായിരുന്നു. ദേഷ്യം വന്നു. എനിക്ക് മെയിനായിട്ട് ദേഷ്യമാണ് എന്റെ പ്രശ്നം. ദേഷ്യം വന്നു, അവനെ അടിച്ചു. അവൻ തിരിച്ച് കൈപൊക്കി, എന്തോ ചെയ്തു. കൈ പൊക്കിയതാണ് പിടിച്ചത്. എനിക്ക് ഓർമ്മയില്ല സംഭവിച്ചൊക്കെ എന്താ. എന്തായാലും ഞാൻ അവനെ പിടിച്ചു. അവൻ എനിക്കിട്ട് കൈ പൊക്കിയപ്പോ എനിക്ക് പെട്ടെന്ന് പിന്നെ എന്റെ അഹങ്കാരം കൂടി. ഞാൻ വീട്ടിൽ മൂത്ത ആള് എന്നൊക്കെ പറഞ്ഞു അവനെ എടുത്ത് അടിക്കുന്നു. അവനെ അടിച്ചു. ഗ്ലാസ് അവിടെ കുറെ പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് എറിഞ്ഞു പൊട്ടിച്ച്. വീട്ടിൽ മമ്മിയോട് സംസാരിച്ചു. അനിയത്തി എന്തോ തടയാൻ വേണ്ടി വന്നാൻ കണ്ട, അവളെ പിടിച്ച് തള്ളി. വൈഫ് വീട്ടിലുണ്ട സമയത്ത് വൈഫ് എന്തോ പറയാൻ വന്നു, അവളെയും പിടിച്ച് തള്ളി. അന്ന് അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അന്ന് അനിയന് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. അന്നത്തെ എന്റെ വീട്ടിലൊരു ഇമേജ് മൊത്തം പോയി. ഇന്ന് എല്ലാവർക്കും മനസ്സിലായി, ഓക്കെ ചേട്ടായി നല്ലപോലെ കഴിക്കുന്ന വ്യക്തിയാണ്, നല്ലപോലെ കഴിച്ചാൽ പ്രശ്നമാകും. അത് പപ്പയുടെ ഒരു കോപ്പി ആയിട്ട് അവര് കണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ കേൾക്കുന്ന മദ്യപിച്ച് കഴിച്ചു, അവൻ മോശം പറഞ്ഞുകൊണ്ട് ഞാൻ അവന് കയറി സംസാരിച്ച. പക്ഷെ ഇത്രേ ഉള്ളൂ, മുടി വെട്ടാത്ത ചെറിയ പ്രശ്നമാണ് അത്രയും വലിയ പ്രശ്നമായത്. ഓക്കെ, അതിനുശേഷം 2016 ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ പിന്നെ നല്ലപോലെ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയിലെ മുകളിലേക്ക് മാറി. കാരണം വരില്ല, ഞാൻ പറയുന്നത് ഞാൻ വീടിന് വേണ്ടി ഇത്രയും ചെയ്തിട്ടും അവർക്ക് എന്നെ റെസ്പെക്ട് ഇല്ല.
അതിനുശേഷം വൈഫുമായിട്ടും എനിക്ക് മദ്യം കഴിച്ചില്ലെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാണ്. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം പെട്ടെന്ന് മാറും. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല. പിന്നീട് വൈഫ് പറയുമ്പോഴാണ് സംഭവം അറിയുന്നത്. എന്തെങ്കിലും കാര്യത്തിന് ഒരു ദിവസം ഞാൻ മദ്യം നല്ലോണം കഴിച്ച ശേഷം 2017 മദ്യം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോ എനിക്ക് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു എനിക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കാണ്, തള്ള നിനക്ക് പിന്നെ എന്താ പണി, നിങ്ങൾക്ക് എന്താ പണി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വയലന്റ്. അത് പിന്നെ അനിയൻ വന്ന് പ്രശ്നം അനിയൻ സോൾവ് ആക്കാൻ നോക്കിയതാ. അവനെ പിടിച്ച് തള്ളി പ്രശ്നമാക്കി. അവിടെ ഇരുന്നൊരു പാത്രം മൊത്തം ഒറ്റയടിക്ക് അങ്ങനെ അടിച്ചു പൊട്ടിച്ച് പ്രശ്നമായി. അയാൾ കുപ്പി ഗ്ലാസ് എടുത്ത് പൊട്ടിച്ചു. ഒട്ടും ചെറിയ പ്രശ്നമായിരുന്നു. മദ്യം പിന്നെയും പോയി. ഞാൻ അപ്പൊ തന്നെ വാങ്ങി വെച്ച സാധനം വണ്ടിയിൽ എവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു, കാറിലുണ്ടായിരുന്നു. കാറൊന്ന് വാങ്ങി അടിച്ച് അവിടെ ഭയങ്കര പ്രശ്നമാക്കി. മമ്മിയെ പോയി തല്ലി. അനിയത്തിനെയും അടിക്കേണ്ട വന്നു. അയാൾ അടിച്ചു. വൈഫ് അപ്പം ചേട്ടായി ചെയ്യുന്ന പറഞ്ഞു വന്നു, അവളെ അടിച്ചു. ചുണ്ടെല്ലാം പൊട്ടിയിരുന്നു. എവിടെ അടിച്ചതൊക്കെ മുഖത്തായിരിക്കും, എനിക്കെല്ലാം നല്ല ഓർമ്മയൊന്നുമില്ല. ഞാൻ പിന്നീട് കഴിച്ചു. അന്ന് അവര് വീട്ടില് ഞാൻ ഒറ്റ ഒരെണ്ണം എനിക്ക് കിടന്നുറങ്ങൂല. അന്ന് എന്റെ മനസ്സിൽ ഞാൻ വീട്ടുകാർക്ക് കൊണ്ട് എന്തൊക്കെയോ ചെയ്തു, വീട്ടുകാർക്ക് എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ള മൈൻഡിൽ ഞാൻ പറഞ്ഞു ഒറ്റ ഒരെണ്ണം കിടന്നുറങ്ങൂല എന്ന് പറഞ്ഞു. അതെനിക്ക് ആ സമയത്ത് നല്ല ആരോഗ്യമാണ്. അങ്ങനെ പ്രശ്നം വന്നു. അവരൊക്കെ അന്ന് അന്ന് വൈഫും പിന്നെ നമ്മുടെ റിലേഷൻ ഉണ്ട് തൊട്ടപ്പുറം, അവരുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അന്ന് രാത്രി ഞാൻ അവിടെ കിടന്നു. ഒറ്റ ഞാൻ വീട്ടിൽ കയറ്റില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കര വയലന്റ് ആയിട്ട് ചെറിയൊരു ബർമുടയൊക്കെ ഷർട്ട് ഇട്ടൊന്നുമില്ല. എന്തൊക്കെയോ ഒരു ഭ്രാന്തമായ മൈൻഡിലേക്ക് എന്റെ അന്ന് മാറിയായിരുന്നു. പക്ഷെ എനിക്കതൊക്കെ പിന്നീടാ മനസ്സിലാവുന്നത്. രാവിലെ എണീക്ക സമയത്ത് നോക്കുമ്പോഴാണ് എല്ലാം പാത്രം എല്ലാം പൊട്ടിക്കിടക്കുന്നു. ഓ ഭയങ്കര സെന്റിമെന്റ് ആയി. ദൈവമേ കുടിക്കണ്ടായിരുന്നല്ലോ, മോശമായി, ഇനിയും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു നിന്നു. പിന്നീട് ആ സമയത്ത് 2017 ആയപ്പോഴേക്കും ഞാൻ അത്യാവശ്യം നല്ലപോലെ കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറി. കാരണം എനിക്ക് മദ്യം വേണം. ഞാൻ എന്ന് ഫ്രീ ആണെങ്കിൽ, അല്ലെ വൈഫിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത്, അപ്പൊ വൈഫ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടില് ജോബ് നോക്കാൻ വേണ്ടിയൊക്കെ വന്നതാണെങ്കിൽ പോലും ഞാൻ IELTS എന്നൊക്കെ പറഞ്ഞ പ്ലാനിൽ വന്നതാണ്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാൻ പോയില്ല. എനിക്കപ്പോ ഫ്രണ്ട്സ് ആയി, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ആയി. എല്ലാം മദ്യപിക്കുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ പലപ്പോഴും മദ്യം കഴിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്. ചില ദിവസം ഞങ്ങൾക്ക് ഈ വയനാട്, ഈ കൊട്ടിയൂര്, വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചുരം ഏരിയ വലിയ ചുരമാണ്. വലിയ വീതിയുള്ള റോഡൊന്നുമല്ല. ഈ രാത്രിയിലൊക്കെ ഞാനൊരു 11 മണിയാകുമ്പോ ഒക്കെ ഈ കൊട്ടിയൂരിൽ നിന്നൊക്കെ അല്ലെ വയനാട്ടിൽ വന്നിട്ട് തിരിച്ച് ഈ നല്ലവണ്ണം മദ്യപിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിച്ച് പോകുന്നതൊക്കെ. ദൈവം സഹായിച്ച് എനിക്കൊരു ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കൊരു ലാസ്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി, എനിക്കിതൊന്നും ഓർമ്മയില്ല. ഞാൻ ഈ മദ്യം നല്ലപോലെ മദ്യം 6 ലിറ്റർ മദ്യം വാങ്ങി കഴിക്കുന്നു. അതിനുശേഷം അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ വയനാട്ടിൽ വന്ന് മദ്യം വാങ്ങി ഞാൻ വണ്ടിയിൽ ചിലപ്പോൾ കഴിക്കും, അല്ലെ അവിടെ ആരെങ്കിലും ഫ്രണ്ട്സിനെ കൂട്ടുന്നത് കഴിക്കും. കുറച്ച് ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പക്ഷെ ഞാൻ കറക്റ്റായിട്ട് വീട്ടിലെത്തുമായിരുന്നു. പക്ഷെ വണ്ടി ഓടിച്ചു പോകുന്ന വഴികളോ ആ 1 മണിക്കൂർക്ക് ശേഷം എനിക്ക് വണ്ടി ഓടിക്കാനുണ്ടോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ബ്ലാക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയൊരു സിറ്റുവേഷനിലേക്ക് വന്നത്. വീട്ടിലെത്തി രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവും. ചിലപ്പോൾ വണ്ടിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. ആഫ്റ്റർ വണ്ടി വീട്ടിലുണ്ടാവും, ഞാൻ വീട്ടിലുണ്ടാവും. ഭയങ്കര ഹാങ് ഔട്ടിലൊക്കെ എണീക്കുന്നു, കുറച്ച് സമയത്ത് മിണ്ടാണ്ടിരിക്കും. അപ്പത്തേനും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടും വീട്ടിൽ. കാരണം എന്റെ പ്രശ്നം, ഞാൻ പറയുന്ന കാര്യം, എന്റെ പപ്പ മരിച്ച എന്റെ വീട് നോക്കിയിട്ടും നിങ്ങൾ എനിക്ക് ആ വില തരത്തില്ല പറഞ്ഞ മോഡലൊക്കെയാണ് എന്റെ അനിയനോടും അനിയത്തിയോടും അമ്മയോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവർക്കൊക്കെ എന്നെ ഓൾറെഡി എന്നെ വെറുക്കുന്ന ഒരു മൈൻഡിലേക്ക് മാറി. പക്ഷെ ഞാൻ സമൂഹത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അതുവരെയൊക്കെ. കാരണം വണ്ടി ഓടിച്ചു വരുന്നു, വീട്ടിൽ കയറുന്നൊക്കെയായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ കൊട്ടിയൂർ ടൗണിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മദ്യം കഴിച്ചു. അന്ന് ഒരു ഉച്ചയായപ്പോ ചുമ്മാ എന്തോ മീൻ പിടിക്കാൻ പുഴയിൽ പോയിട്ട് മദ്യം കഴിച്ച്, ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. മദ്യം കഴിച്ചു. അന്ന് രാത്രി ഒരു 8:30 വരെ മദ്യം കഴിച്ചു. നല്ലപോലെ കഴിച്ചു. ഏതാ കണക്കൊന്നും എനിക്ക് ഓർമ്മയില്ല, ഏത് മദ്യമാണെന്ന് ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി വണ്ടി എടുത്ത് ഇങ്ങനെ ടൗണിലേക്ക് ആ സമയത്ത് ഒരു ബസ്സുകാരൻ പുറത്ത് വന്ന് ഓണടിച്ചു. ഞാൻ ജീവിക്കുന്ന ടൗണിലാണ്. അന്ന് ഞാൻ നാട്ടിലൊരു മാന്യ മനുഷ്യനാണ്. എന്നാലും അങ്ങനെ വലിയ അലമ്പത്തെ മനുഷ്യൻ. വണ്ടിക്കാരൻ അടിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വണ്ടി പുറകോട്ടാക്കിയിട്ട് അവനെ, ബസ്സുകാരനെ കടത്തി വിട്ടിട്ട് ഞാൻ പിന്നെ പുറകെ പോയി ആ ടൗണിലിട്ട് അവനെ വട്ടം വെച്ച് വണ്ടി പിടിച്ച് അവനെ വലിച്ചിറക്കി അടിക്കുകയും ചെയ്തു. നീ ആരോടാ എനിക്ക് അടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. നീ ആരാ എന്റെ വണ്ടിക്ക് അടിക്കാൻ വേണ്ടി? ചുമ്മാ ആ പുള്ളിക്കാരൻ ജസ്റ്റ് അടിച്ചു. ഞാൻ കയറിയപ്പോ അതിന്റെ പേരിൽ ആ ടൗണിൽ കിടന്ന് ഞാൻ ഭയങ്കര നോക്കിയിട്ട് എന്റെ ടൗണിൽ അവിടെ ആൾക്കാരൊക്കെ എന്നെ അറിയുന്ന എന്റെ ഫാമിലിക്കാരൻ്റെ ആൾക്കാരാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചേക്കുന്നത്. എന്റെ അവിടെ തന്നെ കഴിച്ചേക്കുന്നത്. ഈ നാട്ടില് ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ എന്തോ ഒരു കുട്ടി നിക്കറൊക്കെ ഷോർട്ട് ആയിട്ടേക്കെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഭയങ്കര വയലന്റ് ആവും. ഞാൻ കത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വണ്ടിക്കുള്ളിൽ ജാക്കി എന്താ പറയുക അതിന്റെ ലിവർ എന്തൊക്കെയോ എടുത്തു അടിക്കാനൊക്കെ പോയി. അവിടെ കിടന്ന് ഭയങ്കര എന്റെ കുടുംബ പേര് പറഞ്ഞ് എന്നോട് കളിക്കാൻ പറ്റുവാടാ എന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ ആൾക്കാരെല്ലാം വന്നു. എന്തോ ഭാഗ്യത്തിന് പോലീസ് വന്നില്ല. ലാസ്റ്റ് ആൾക്കാരൊക്കെ പറഞ്ഞ് എല്ലാരും പറഞ്ഞ് എന്നെ റിലീസ് ചെയ്ത് വണ്ടിയെ കയറ്റി. ഞാൻ വണ്ടിയെ കിടന്നുറങ്ങി. രാവിലെ 3:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ആ സമയത്ത് വൈഫിന്റെ വീട്ടിലാണ്. പക്ഷെ ഈ സമയം എല്ലാരും അറിഞ്ഞു. അപ്പോ ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഞാനൊരു ഇങ്ങനെ മദ്യപിച്ച് വയലന്റ് ആവുന്ന ഒരു മനുഷ്യനാണ്. ആ സമയത്ത് വിലയൊക്കെ അങ്ങ് മൊത്തം നാട്ടിൽ പോയി. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എന്റെ ലൈഫിൽ മദ്യം. പിന്നെ എനിക്ക് മദ്യം എനിക്ക് വേണം. എനിക്ക് ഈ സമയത്ത് എന്താണ് എനിക്ക് മദ്യം വേണം. ഞാൻ എന്ന് ഫ്രീ ആണ്. ഞാൻ രാവിലെ എന്റെ മദ്യം കഴിക്കൽ അപ്പോഴില്ല. ഞാൻ രാവിലെ എവിടെയും പോയി എല്ലാം ഒരു പരിപാടി ഇല്ല ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ മദ്യം വാങ്ങും കഴിക്കും. പിന്നീട് എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് 2018 എനിക്ക് മദ്യം ഒറ്റയ്ക്ക് എനിക്ക് കമ്പനി വേണമെന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മദ്യം കഴിക്കാറ്. അങ്ങനെ ഒരു ദിവസം മദ്യം കഴിച്ച സമയത്ത് അനിയൻപുള്ളി വീട്ടിലുണ്ട്. അനിയത്തി വീട്ടിലുണ്ട്. ആ സമയത്ത് ഒരു വ്യക്തി അവന്റെ അനിയന്റെ ഒരു ലവ് അഫെയർ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ പണ്ട് +2 പഠിച്ച ഒരു പെണ്ണിന് എന്തോ അങ്ങനെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ ഒരു പ്രശ്നം. ഒരു പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് പറയുന്നു ആ പുള്ളിക്കാരന്റെ മോള് ആരുടെ കൂടെ ഒളിച്ചോടി പോയി. ആ പെണ്ണിനെയാണ് ഇവൻ പണ്ട് ഇഷ്ടപ്പെട്ടു വരുന്നത്. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു എന്റെ അനിയൻ പുള്ളിയാണ് ഇവനെ പെണ്ണിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്തായാലും അവര് രാത്രി വീട്ടിൽ വന്ന് രാത്രിയല്ല പുള്ളിക്കാരൻ പകല് വൈഫും വീട്ടിൽ വന്ന് വീട്ടിൽ എന്തൊക്കെയോ റോങ് പറഞ്ഞിട്ട് പോയി. നിങ്ങളുടെ മോനെ നോക്കിക്കോണം എന്റെ മോളെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് രാത്രിയിൽ ഒരു 12:30 ആയപ്പോഴാണ്. ഞാൻ മദ്യപിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അനിയൻ പുള്ളി ഒന്ന് എറണാകുളത്താണുള്ളത്. അറിയാലോ കണ്ണൂരിനത്ര ദൂരം ഉണ്ടെന്ന്. എന്താണേലും ഇവരുടെ വീട് വയനാട്ടിലാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞാൻ പറയാം ഞങ്ങൾക്ക് അപ്പം ഫാദർ കൺസ്ട്രക്ഷൻ ഒക്കെ വയനാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് വയനാട്ടിൽ സ്ഥലമുണ്ട്. വയനാട്ടിലാണ് അന്ന് സ്ഥലം എടുത്തായിരുന്നു. അപ്പം അനിയൻ പുള്ളി അവിടെയാണ് +2 ഒക്കെ പഠിച്ചുകൊണ്ട് അവിടെയാണ് അവൻ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മമ്മി വയനാട്ടിലുണ്ട്. കുട്ടി ഇവിടെയും വരും. അങ്ങനെ രാത്രി ഞാൻ വെള്ളം അടിച്ച് എന്നെ വിളിച്ചു പറയുന്നു. ഞാൻ അപ്പൊ നല്ല വെള്ളം അടിച്ച് നല്ല ഇത് ഇരിക്കുവാണ്. അപ്പൊ പിന്നെ എന്നിലെ ഞാനങ്ങ് എന്റെ വീട്ടിൽ നിന്ന് ഒരുത്തൻ അത് അയാളെന്തോ വന്നും പറഞ്ഞിട്ട് പോയി എന്നേ ഉള്ളൂ. ഞാനത് വലിയ സീരിയസ് ആക്കി എടുത്തു. അത്രയും ആ സമയത്ത് കുറച്ച് എന്താ പറയാ ആരോഗ്യമൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ എന്താ പറയാ ഒരു ആ ഒരു മൈൻഡിലേക്ക് എനിക്ക് വന്നു. അവരെ പ്ലാൻ ചെയ്യാം വീട്ടിൽ കയറ്റല്ലെന്ന പ്ലാനിൽ അനിയൻ എറണാകുളത്തുള്ളു. അവനെ വിളിച്ചു വന്നു. അവൻ വിളിച്ച് രാവിലെ വന്ന് ഞങ്ങൾ രാവിലെ വീട്ടിൽ വന്നു. അവൻ വീട്ടിൽ എറണാകുളത്ത് നിന്ന് വന്നു. ഞാൻ ആ ലൊക്കേഷൻ തിരിഞ്ഞ് എവിടെ എനിക്ക് ഓർമ്മയില്ല ഒരു ഹോട്ടലിലായിരുന്നു. അവിടുന്ന് വീട്ടിൽ വന്നു. അത് തല്ലാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അന്ന് ഞാൻ നല്ലപോലെ മദ്യം കഴിച്ചു. അപ്പൊ തല്ലാൻ എനിക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു 1/2 ലിറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിച്ചു. ഞാൻ എന്റെ കാറെടുത്ത് അവരുടെ ലൊക്കേഷനിൽ പോകുന്നു. ഒന്നും അറിയാണ്ടൊക്കെ വെറും മദ്യത്തിന്റെ പുറത്ത് ചുമ്മാ പോകുന്നു. അനിയനെയും കൂട്ടി അവന്റെ 2 ഫ്രണ്ട്സും കയറി. എന്റെ ഒരു ഫ്രണ്ട്സും കയറി. ഒരുത്താളും കയറി. ഞങ്ങൾ അപ്പം ഞാൻ മദ്യം കഴിച്ചുകൊണ്ട് എനിക്കൊരു തല്ലെന്നുള്ള പ്ലാനിൽ ഇരിക്കുന്നതുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് തെറി പറഞ്ഞിട്ട് പോകുന്ന എന്റെ മൈൻഡിലുള്ളത്. ഞാൻ സൈക്കിൾ ചെയിനും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളത് മദ്യം കഴിച്ചു തന്നെയാണ്. മദ്യം കഴിച്ചുകൊണ്ടൊക്കെയാ പോകുന്നത്. വണ്ടിക്കുള്ളി മദ്യം ഉണ്ടായിരുന്നു. കഴിച്ചവിടെ ചെന്ന് ഇറങ്ങിയ അവിടെ പുള്ളിയുടെ അനിയൻ പുള്ളി നിൽപ്പുണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ അപ്പന്റെ അനിയൻ പുള്ളി. പുള്ളിനെ കണ്ടു. അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പുള്ളിനെ അടിച്ചു. അപ്പൊ പുള്ളിയുടെ ചേട്ടന്മാർ അപ്പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു. അവിടെ നിന്നെല്ലാം ഭയങ്കര പ്രശ്നമായി. നല്ല അടി അടിച്ചു. കുറച്ച് കഴിയുമ്പോൾ തോന്നി ആൾക്കാർ കൂടുന്നതായി തോന്നി. അപ്പൊ ഞാൻ ടൂൾസിന്റെ പോലെ സൈക്കിൾ ചെയിൻ ഒക്കെ എടുത്ത് അടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. നല്ല അടിച്ചു. പക്ഷെ അപ്പത്തിന് വമ്പായിട്ട് ആൾക്കാർ കൂടി. എന്റെ വീടിന്റെ അവിടെ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ള ഏരിയ. 2 കിലോമീറ്റർ അപ്പുറയാണ്. അവര് എന്റെ വണ്ടി പോകുന്ന കണ്ടപ്പോ അവർക്ക് മനസ്സിലായിരുന്നു. കാരണം ഞാൻ മദ്യപിച്ച് അലമ്പാക്കുമെന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു 20 മിനിറ്റ് കൊണ്ട് ആൾക്കാരെല്ലാം മൊത്തം വളഞ്ഞു. ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ പെട്ടു എന്ന് തോന്നി. എന്റെ അനിയനുണ്ട്, അതിന്റെ കൂട്ടുകാരുമുണ്ട്. ഒരു ചെക്കനാണെങ്കിൽ 18 വയസ്സ് പോലും ചെക്കന്മാരുണ്ട്. എന്താണെങ്കിലും അവിടെ ആൾക്കാർ വളഞ്ഞിട്ടു. അപ്പൊ എനിക്ക് ചെറിയ ബോധം വന്നു. എനിക്ക് തോന്നി അയ്യോ പണി കിട്ടി എന്ന് തോന്നി. അവർ വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ അടുത്തേക്ക് വന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അനിയൻ കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു. പക്ഷെ അവൻ അടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ലാസ്റ്റ് പോലീസ് വിളിപ്പിച്ചു. പോലീസ് വന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൈനസ് മാർക്കാണ്. അന്ന് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കാരണം വീട് കയറി അവർക്ക് കുറച്ച് എന്തൊക്കെയോ
അവരുടെ പെണ്ണുങ്ങളുടെ അത് പെണ്ണായതുകൊണ്ടും അവരുടെ മീൻസ് പെണ്ണിന്റെ കേസ് ആയതുകൊണ്ടും അവർക്ക് കുറച്ച് കണക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ടും കേസ് 308 ഏത് വീട്ടിൽ കയറി വധശ്രമം എന്നുള്ള മോഡൽ 308 തോന്നുന്നു IPC പ്രകാരം ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും അനിയനും കൂടെ ഒന്നിച്ച് നൈറ്റ് പോലീസ് സ്റ്റേഷനിൽ കിടന്നു. കോടതിയിൽ പോയി എന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അങ്ങനെ ഒരു സമൂഹത്തിൽ മാന്യനായ മനുഷ്യൻ അങ്ങനെ 14 ദിവസവും മദ്യം കൊണ്ട് 14 ദിവസം ജയിൽവാസം, അതിനുശേഷം ജാമ്യം കിട്ടി. അപ്പൊ ഞാൻ ഈ സിഗരറ്റ് വലിയൊക്കെ ഉണ്ടായ സമയത്ത് മദ്യം കഴിക്കും, ഞാൻ സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ ഞാൻ വലിക്കത്തൊന്നുമില്ല. അപ്പൊ ജയിലിൽ നിന്ന് എനിക്ക് എന്താ പറയാ, ജയിലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിലൊക്കെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിടിച്ചു പറിക്കാനായിട്ട് ഇത്. ഒമാനില് ഒരു എഞ്ചിനീയറിംഗ് പോസ്റ്റ് വർക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ വന്ന് എന്റെ അവസ്ഥ ചോദിക്കും. എനിക്ക് ആ സമയത്ത് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്തൊക്കെ നല്ല മദ്യത്തിന്റെ ഹാങ് ഓവർ ഉണ്ട്. രാവിലെ എനിക്ക് ഞാൻ കരഞ്ഞു പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ എന്റെ അനിയൻ അവിടെ മൂലക്കിരുന്ന് കരയും. എനിക്ക് അപ്പോഴാണ് ഒരു ബോധം വീണത്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ദൈവമേ എനിക്കൊന്ന് ആ സമയത്ത് ചിന്തിച്ച് ഞാനും എനിക്ക് സങ്കടം വന്നു. എനിക്ക് കരയാൻ പറ്റുമല്ലോ. അനിയൻ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്, അനിയനും ഉണ്ട്, എന്റെ കൂട്ടുകാരനും ഉണ്ട്. അനിയന്റെ കൂട്ടുകാരൻ ഒരു 17 ചെക്കനും ഉണ്ട്, അവനും ഉണ്ട്. അവനെ എല്ലാരും പിടിച്ചു ഉള്ളിട്ടൊക്കെ. എനിക്ക് അപ്പോഴാണ് ലെവലും ബോധമൊക്കെ വരുന്നത്. എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെ. അന്ന് സമയത്ത് ആൾക്കാർ വളഞ്ഞിട്ട് എനിക്ക് ബോധം വന്നെങ്കിലും എനിക്ക് ആ ഹാങ് ഓവർ നിന്നിട്ടില്ല. എന്താണെങ്കിലും ഞാൻ കണ്ണൂർന്നു രാവിലെ കോടതിയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ ജയിലിലാക്കി. അപ്പൊ ഈ സ്റ്റേഷനിൽ ഞാൻ നോക്കുമ്പോൾ അനിയൻ അവിടെ നിന്ന് കരയുന്നുണ്ട്, ചേട്ടാ എങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ. അങ്ങനെ എന്റെ അനിയനെ കൂടെ, അവൻ കഴിക്കത്തൊന്നുമില്ലായിരുന്നു, അവനെയും കൂട്ടി. ഈ ചെക്കന്മാർ ആരും കഴിച്ചിട്ടില്ല. അവൻ ഞാൻ വിളിച്ചപ്പോ ചുമ്മാ സംസാരിക്കുന്ന മോഡലൊക്കെ വന്നായിരുന്നു. എന്റെ മൈൻഡ് മദ്യത്തിന്റെ പേരിൽ കിടന്നുകൊണ്ട് വലിയ പ്രശ്നമായി. എന്താണല്ലോ അവിടെ നിന്ന് അങ്ങനെ കേസം വന്ന് പ്രശ്നമായി. അതിനുശേഷം കുറച്ചു കാലം ഞാൻ മദ്യപാനം നിർത്തി. എന്റെ നാട്ടിലൊക്കെ മൊത്തം ചീത്തപ്പേരായി, പ്രശ്നമായി. അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് മദ്യം കഴിച്ചിട്ട് ഒന്നുമില്ല, ചുമ്മാ ദേഷ്യപ്പെട്ട് ഞാൻ കൈ കൊണ്ട് പിടിച്ച് എന്റെ കൈ ഒടിഞ്ഞു. എന്റെ രണ്ട് വിരലൊടിഞ്ഞു. ഞാൻ 3 ആഴ്ച ഈ വിരലിനെ സെറ്റ് ചെയ്ത് നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നു. അങ്ങനെ അതിനുശേഷം എനിക്ക് വൈഫിന് UK വരാൻ പറ്റി. ഞാൻ UK-യിലെത്തി. 2020 UK-യിലെത്തി. ആദ്യകാലങ്ങളിലൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് കയറി, ഒരു കെയർ ഹോമിൽ ജോലിക്ക് കയറി മദ്യം ഒന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ പലരും പറഞ്ഞായിരുന്നു, ഞാൻ ഇങ്ങോട്ട് കയറി പോരുന്നത് മദ്യം കഴിച്ച് തന്നെ കയറി പോരുന്നത്. അതൊക്കെ പറഞ്ഞായിരുന്നു, നീ ഒരു ഡിഡിക്ഷനിൽ പോയി മദ്യപാനം നിർത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനൊന്നും കേൾക്കാൻ പോയി. എന്റെ ലാസ്റ്റ് വേറൊന്നല്ല. എന്നാൽ ഇവിടെ വന്ന് ഞാൻ ആദ്യ കാലത്തൊന്നും കഴിച്ചില്ല. 2-3 മാസം കഴിക്കാണ്ടിരുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ എന്റെ ഒരു കീ മിസ്സായി പോയിട്ട് 2-3 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അങ്ങനെ വീണ്ടും മദ്യപാനം തുടങ്ങി. വൈഫിന് ഇഷ്ടപ്പെട്ടില്ല. വൈഫ് കുറെ വാൺ ചെയ്ത് പറഞ്ഞില്ല. ഞാൻ പിന്നെ എന്റെ ഉള്ളിൽ കിടന്ന മദ്യം തന്നെ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ ഈ 2020 മെയ് മാസം ഞാൻ UK-യിലേക്കല്ല പറയുന്നത്. അവിടുത്തെ നിയമമൊക്കെ മാറി ഞാൻ ഒമാനി പ്രശ്നം ഉണ്ടാക്കി, നാട്ടില് പ്രശ്നം ഉണ്ടാക്കി, തിരിച്ച് UK വന്നു. ജീവിതമൊക്കെ ഓക്കെ എന്ന മോഡലൊക്കെ പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. മെയ് മാസം ഒരു പൈസയുടെ പ്രശ്നം പറഞ്ഞു. വൈഫുമായിട്ട് ചെറിയ പ്രശ്നമായി. അവളെ പിടിച്ച് അടിച്ച് കൈ ചെറിയ പാടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുന്ന് ആൾക്കാർ പറഞ്ഞു, നഴ്സസ് പറഞ്ഞു, വൈഫ് മദ്യപാനിയാണെങ്കിൽ ഇങ്ങനെ 10 ദിവസം ഇവിടെ നിൽക്കണം, അതിനുശേഷം അങ്ങോട്ട് പോയാൽ മതി, നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നല്ലവണ്ണം ഒന്നും മദ്യം കഴിച്ച് അവളെ അടിച്ചു. പൈസ അവൾ തരാമെന്ന് പറഞ്ഞത് പോലുമാണ്. പക്ഷെ ഞാൻ മദ്യം കഴിച്ചതിന്റെ പേരിൽ എനിക്ക് എന്റെ പൈസ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെറിയ കാര്യത്തിന് കയറി പ്രശ്നമാക്കി അവളെ നല്ലപോലെ അടിച്ച് കയ്യിൽ പാടൊക്കെ വന്നു. വൈഫ് കിടന്ന് കരയുക ചെയ്തത്. പക്ഷെ വൈഫ് ഒന്നും അന്ന് ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലെ മാനേജർ പറഞ്ഞു, ഇവിടെ കാരണം ഈ UK കൺട്രി എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊരു പ്രശ്നമുണ്ട്. വൈഫിന് എന്ത് തൊട്ടാൽ പോലും അവരത് കേസാക്കും. പ്രത്യേകിച്ച് വൈഫ് സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ടും അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ കടമ കൂടെയാണ്, ഞാൻ ഇന്ത്യൻ ആണെങ്കിൽ പോലും. പക്ഷെ എന്നിട്ട് വൈഫ് കേസൊന്നും കൊടുത്തില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഞാൻ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അതെന്ന് എല്ലാരും അറിഞ്ഞു, ഇവിടെയുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു ലൈഫും ഭയങ്കര മദ്യപാനിയാണ് എന്നുള്ള സംഭവമൊക്കെ എല്ലാം അറിഞ്ഞു. ഒരു നെഗറ്റീവ് മാർക്ക് ചെറുതായിട്ട് വീണു. പക്ഷെ ഞാനത് പിന്നെ റിക്കവർ ചെയ്തൊക്കെ പോയി. കുറച്ചു കാലത്തേക്കൊന്നും, 1 മാസത്തേക്കൊന്നും, ഒരു മെയ് മാസം മുതൽ ജൂൺ മാസം, ജൂലൈ മാസം ഒന്നും മദ്യം കഴിച്ചില്ല. ജൂലൈ മാസം ലാസ്റ്റ് പപ്പയുടെ ഡെത്ത് ഡേറ്റ് ജൂലൈ 30 അന്നാണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സംഭവം നടക്കുന്നത്, മദ്യപാന്റെ ലൈഫിൽ. ജൂലൈ 30 അവർക്ക് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഞാൻ അന്ന് മദ്യം കഴിച്ചു. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ മരണത്തിന്റെ ഫീലിംഗ് ഞാൻ മദ്യം കഴിച്ചാണ്. അങ്ങനെ മദ്യം കഴിച്ച് അന്ന് വൈഫിനോട് ചോദിച്ചു, നീ എന്റെ വീട്ടിലേക്ക് വിളിച്ചോന്ന് ചോദിച്ചു. ഇല്ല, അവള് വിളിച്ചില്ല എന്ന് പറഞ്ഞു. ആ പ്രശ്നത്തിൽ കയറി പിടിച്ചിട്ട് 2-3 ദിവസം
തന്നെ കണ്ടിന്യൂസ് മദ്യപാനം കഴിച്ച് കഴിഞ്ഞ് പ്രശ്നമായി, അടിയായി. അവളെ നല്ലപോലെ അടിച്ചു. അവന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ അതിലും കൂടുതൽ കഴിച്ചു. എന്റെ 1.5 ലിറ്ററോളം മദ്യം കഴിച്ചു. ആ ഒരു 31 അന്ന് 3-ാം തീയതി വരെ ഞാൻ കഴിക്കില്ല. അവൾ ഡ്യൂട്ടിക്കൊന്നും പോയില്ല. അവൾ അടി കിട്ടിയിട്ട് മേത്ത് വീണിട്ട് കിടന്നു. UK-ലാണ് ചിന്തിക്കണം. പിറ്റേ ദിവസം 3-ാം തീയതി ഞാൻ ഈ രാവിലെ മദ്യപാനം തുടങ്ങി. ലാസ്റ്റ് ഞാൻ എന്തോ വാങ്ങാൻ പോയ സമയത്ത് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അതെന്താ അങ്ങനെ പോയെന്ന് ഞാൻ അവളുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ ചെന്നു. അപ്പൊ അത് പറഞ്ഞു കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവള് കിടന്ന് കരയുമായിരുന്നു, മുഖത്ത് പാടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അവിടെ നിന്ന് ഞാൻ പ്രശ്നമാക്കി. അപ്പൊ എന്നെ അപ്പുറത്തെ ഞാനിവിടെ വന്ന ശേഷം ഇവിടെ ഒരു LKC എന്ന് പറയും, ലെഫ്റ്റ് കേരള കമ്മിറ്റി, മലയാള സമാജത്തിന്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരെ എനിക്ക് അറിയായിരുന്നു. ഞാൻ വന്നപാടെ മാന്യതയ്ക്ക് ആയതുകൊണ്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ കയറിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രശസ്തിയൊക്കെയുള്ള ആളാകാൻ വേണ്ടി, കുറച്ച് കണക്ഷനൊക്കെ ആകാൻ വേണ്ടി. ആ സമയത്ത് ഈ മദ്യം കഴിച്ച ആ ഫ്രണ്ടിനെ വിളിച്ച സമയത്ത് അവരെ വിളിച്ചു. അതിലൊരു പുള്ളിക്കാരൻ പോലീസുകാരനായിരുന്നു. ആ പുള്ളിന്റെ കയ്യെ പിടിച്ചപ്പം എനിക്കപ്പം നമ്മൾ ദേഷ്യം കൂടുതലും ആരോഗ്യം കൂടുതലായിട്ട് ഞാൻ ആ കൈ ഒന്ന് തട്ടി മാറ്റിയപ്പോ വേറെ ഒരുത്തിനെ മൂക്കിക്കൊണ്ട് ചോര വന്നു. അപ്പൊ അവർക്ക് തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വയസ്സിന് ഇപ്പൊ കാണണം, നിങ്ങളാരാ പറയാന്ന് പറഞ്ഞു. വയലന്റ് ആയി. അപ്പൊ ഒരു പോലീസുകാരൻ, അപൂർവം ശേഷം ഞാൻ പോലീസുകാരന് കളിയിൽ ഞാൻ താ കൂടെ പോയില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ കയറി വയലന്റ് ആയി. എനിക്ക് എന്റെ വൈഫിനെ കാണുന്നു പറഞ്ഞു. ഞാൻ അതിൽ ഗതികെട്ട് ഒരു പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. ഞാൻ UK ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കേസായി ഒരു ദിവസം അവിടെ കിടന്നു. ജയിലിൽ കിടക്കേണ്ട വന്നു. അവിടെ സ്റ്റേഷനിൽ ജയിലിൽ കിടക്കേണ്ട വന്നു. പിറ്റേ ദിവസം 24 മണിക്കൂർ ഇറക്കി വിട്ടു. അപ്പൊ എനിക്ക് ഈ മദ്യം നല്ലപോലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. 3-ാം തീയതി നല്ലോണം കഴിച്ച് ഞാൻ ജയിലിൽ കിടന്ന എനിക്ക് ഓർമ്മയുള്ളൂ. പോലീസ് വണ്ടിയിൽ വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു റൂമിൽ കിടന്നു. ഞാൻ പിറ്റേ ദിവസം ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. എന്നോട് സമയം ഒന്നും നോക്കത്തില്ല. കുറെ കഴിഞ്ഞ് എണീക്കുമ്പോൾ എനിക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത് ഞാൻ ജയിലിലാണ് ഉള്ളതെന്ന്. അതുവരെ എനിക്ക് ഈ മദ്യത്തിന്റെ ഹാങ് ഓവർ ആയിരുന്നു. ഞാൻ കിടന്നുറങ്ങിയെങ്കിലും. ശേഷം അവര് കേസ് രജിസ്റ്റർ ചെയ്തു. കാരണം വൈഫിനോട് അവർ ചോദിച്ചു എന്തൊക്കെയാ പറ്റിയെന്ന്. ഓൾറെഡി മുമ്പ് നടന്ന സംഭവം ഉള്ളത് കൊണ്ടും ഈ സംഭവം ഉള്ളത് കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്ത വൈഫ് എന്നെ എതിർക്കാൻ വേണ്ടി പറഞ്ഞില്ല. കാരണം അവളുടെ കയ്യിൽ പാടുണ്ടായിരുന്നു. പാട് കണ്ടപ്പോ അവർ ചോദിച്ചു ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു അത് തട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവർക്ക് മനസ്സിലായി അടിച്ചതാണ്. സോ എന്തായാലും കേസായി. ആദ്യത്തെ പ്രശ്നം ഉണ്ടായ സംഭവം കൂടെ കൂട്ടി ഇവര് കേസ് ചാർജ് ചെയ്തു. അവിടെ നിനക്കിട്ടപ്പോ എന്ത് പറഞ്ഞു, നീ വൈഫിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, നീ വേറെ റൂം എടുത്ത് മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മാറിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്റെ കീ വാങ്ങില്ല, അവര് എന്നെ മോണിറ്റർ ചെയ്യുമെന്നും അറിയാൻ തരത്തില്ല. എന്താ സുഹൃത്തുക്കളെ, UK വന്ന് നല്ല ജീവിതം അനുഭവിക്കേണ്ട ഞാൻ, പോലീസ് പറഞ്ഞു കീ മേടിച്ചു. എന്നോട് നീ ആ ലൊക്കേഷനിലേക്ക് ഇനി പോകാൻ പാടില്ല, നീ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ ജാമ്യം കട്ടാവും, നീ തിരിച്ച് ജയിലിൽ ഇടേണ്ട വരും എന്ന് പറഞ്ഞു. എന്താണ് എനിക്ക് അപ്പൊ തന്നെ ആൾക്കാരെല്ലാം വന്നു. കുറച്ച് റിലേഷൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു UK-യിൽ. പപ്പയുടെ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നു. എനിക്ക് വേറൊരു റൂം എടുത്തു തന്നു. ആ റൂം ഞാൻ എടുത്ത് അവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം മുതൽ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചായി. വൈഫില്ല. എനിക്ക് പിന്നെ മദ്യം കഴിക്കാൻ വേറെ കാരണമൊന്നും വേണ്ടുള്ളൂ. ഞാൻ അവളോട് ദേഷ്യമായി, പ്രശ്നമായി. ഞാനിവിടെ ഒരു കെയർ ഹോമിൽ ജോലിക്ക് ഞാൻ കയറിയതാണ്. അവിടെ ഞാൻ ലാസ്റ്റ് ഈ ഒറ്റയ്ക്കായ ശേഷം ഞാൻ പിന്നെയും ഇവിടെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വൈകിട്ടെന്നും ഒരു ബിയറോ അല്ലെങ്കിൽ ഒരു 2 പെഗ് അടിച്ച് ഞാൻ കിടക്കുള്ളൂ. സ്ഥിരമായിട്ടുള്ള മദ്യം. എനിക്ക് ഡെയിലി ഓഫ് ആണെങ്കിൽ പറയാൻ വേണ്ട. ഒരു ദിവസം ഓഫ് ആണെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ മദ്യം കഴിക്കും, നാളെ ഓഫ് എടുത്തു, നാളത്തെ സിക്ക് വിളിച്ചു പറയും. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് മദ്യപാനം. ഇങ്ങനെ സുഹൃത്തുക്കളെ മദ്യപാനം. ഭക്ഷണം കഴിക്കൽ വളരെ കുറവായിരുന്നു. അതിനുശേഷം ജനുവരി മാസം ഞാൻ മദ്യപിച്ച് 2-3 മാസം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നു. ഒരു പ്രാവശ്യം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്ന് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ ഒരാളുടെ റൂമുണ്ട്. ആ റൂമിൽ കയറി ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി പോയതാണ്. എനിക്ക് നല്ല ക്ഷീണം വന്നു, ഞാൻ കിടന്നുറങ്ങിപ്പോയി. പക്ഷെ അത് മുകളിലൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഉറങ്ങി എനിക്ക് ഭയങ്കര ഹാങ് ഓവർ ആണ്. ഞാൻ അപ്പോഴേക്ക് നല്ല മദ്യപാനമാണ്, നല്ല മദ്യം. ഇവിടെ ഇപ്പൊ UK എല്ലായിടത്തും മദ്യം കിട്ടുന്നുണ്ട്. വരുന്ന വഴിക്ക് മദ്യം വാങ്ങി വരും, റൂമിൽ ഇരുന്ന് കഴിക്കും. ഇങ്ങനെ തന്നെ കഴിച്ചു പോയിക്കൊണ്ടിരുന്നു. ജനുവരി മാസമായപ്പം എന്റെ കംപ്ലൈന്റ് കാരണം ഞാൻ പിന്നെയും കുടിച്ചു തരുന്ന പ്രശ്നമായതുകൊണ്ട് ആരോ വിളിച്ച് പറഞ്ഞിട്ട് അവരെന്നെ, ഇവിടെ പോലീസ് കേസ് ആയതുകൊണ്ട് ഇവിടെ എല്ലാ വർഷവും DBS ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങിനുള്ളിൽ അവർക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ക്രിമിനൽ കൺവെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ. അങ്ങനെ ഞാൻ അത് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. അവിടെ ജോലിയും പോയി. പിന്നെ ഞാൻ അതിന്റെ പേരിൽ മദ്യപിച്ച് ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപിച്ച് ആ ഫുൾ ടൈം മദ്യം. ലാസ്റ്റ് ഞാൻ മദ്യത്തിന്റെ എന്റെ എന്ന് പറയുന്നത്
ഒരു മാർച്ച് മാസം ഞാൻ ഈ ഹോട്ട് ഡ്രിങ്ക് മാറ്റി ബിയർ ആക്കാന്നുള്ള പ്ലാനിൽ ബിയർ കൂടി വേണം. പിന്നെ എനിക്ക് ഒരു മാസത്തോളം ഞാൻ ഈ ബിയർ, ഒരു ദിവസം ഞാൻ 8 ലിറ്റർ ബിയർ കുടിക്കുക. ലാസ്റ്റ് മാർച്ച് മാസം അവസാനം ഞാൻ മദ്യപാനം നിർത്തിയതിന്റെ കേസിൽ ഞാൻ വരുന്നു. അത്യാവശ്യം മദ്യപാനം നിർത്താൻ 2 ആഴ്ചയോളം ഞാൻ ഒരു ഫുഡും കഴിക്കാണ്ട് മദ്യം തന്നെ കഴിച്ചു. ഞാൻ 80 കിലോ, ഞാൻ 65 കിലോ. എനിക്ക് തോന്നി ഈ മദ്യം എന്നെ കൊണ്ട് തീരുമെന്ന്. പക്ഷെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് നിർത്തണം എന്ന് എനിക്ക് അപ്പൊ തോന്നി. എനിക്ക് ഇവിടെ നിന്ന് നിർത്താൻ പറ്റത്തില്ല, എനിക്ക് എങ്ങനെയും പോകണം. അപ്പൊ വൈഫ് വയനാട്ടിൽ നടുവേലുള്ള മുക്തിയെ പറ്റി പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മുക്തി എന്നൊക്കെ പറഞ്ഞ്, എന്നാലും ഞാൻ മദ്യം കഴിച്ചിട്ടാണ് മുക്തിയെ പറ്റി കേൾക്കുന്ന സംഭവം. അപ്പൊ എനിക്ക് എന്റെ അവസാനം എനിക്ക് തോന്നി, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് തോന്നി ഇത് ശരിയാകത്തില്ല. കാരണം ഞാൻ കിട്ടുന്ന ഒരു 1500 1800 പൗണ്ട്, നാട്ടിൽ 1,80,000 2 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ ഞാൻ റെന്റും കൊടുത്ത ശേഷം ഫുഡ് പോലും കഴിക്കാണ്ട് മദ്യം കുടിക്കുന്ന അവസ്ഥയായി. രാവിലെ 6 മണിക്ക് പോയി മദ്യം വാങ്ങിക്കൊണ്ട് വരും, കഴിക്കും, വൈകിട്ട് വരെ കഴിക്കും. ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ 2 ആഴ്ച ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ 15 കിലോ കുറഞ്ഞു, 63 കിലോ ആയി. എനിക്ക് തോന്നി ഞാൻ ചത്തുപോകുമെന്ന് തോന്നി. അപ്പൊ ഞാൻ മെല്ലെ ചിന്തിച്ചു മദ്യം നിർത്തിയാലോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് പിന്നെ അങ്ങ് മദ്യം വെറുപ്പായി. അങ്ങനെ വൈഫ് പറഞ്ഞു എനിക്ക് ഇപ്പൊ ഇച്ചവിടെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഈ മോഡലിൽ പോയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തോന്നി ഡെഡ് ലൈൻ. എന്റെ വീട്ടുകാർ ആരും സപ്പോർട്ടില്ല. അവര് പറഞ്ഞു ഓക്കെ നിന്റെ ജീവിതമാണ്, നീ നോക്കിയാൽ വന്നു. കാരണം വീട്ടുകാർക്കെല്ലാം അറിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, സമൂഹത്തിലും എല്ലായിടത്തും എന്റെ ഒരു പേരപ്പൻപുള്ളി മരിച്ച സമയത്ത് ഞാൻ ഈ യുകെക്ക് പോരുന്ന മുമ്പ് എന്റെ അപ്പാപ്പന്റെ ചേട്ടൻപുള്ളി മരിച്ച സമയത്ത് അവിടെ പോയി ആ മരണങ്ങളൊക്കെ ആഘോഷിക്കുന്ന മുകളിൽ മദ്യവെച്ച് പ്രശ്നമാക്കി അലമ്പാക്കി. ഒന്നും എനിക്ക് ഓർമ്മയില്ല, തുറന്നു പറയാൻ പറ്റത്തില്ല, ഒന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ നല്ലപോലെ മദ്യം കഴിച്ചായിരുന്നു. അങ്ങനെ കുടുംബക്കാരുടെ ഫുള്ള് മുമ്പ് മൊത്തം എന്റെ വില പോയി. എന്റെ പെങ്ങളുടെ കല്യാണം ഇടയ്ക്ക് നടന്നായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയത്, കാരണം എനിക്ക് പകുതി ഓർമ്മയില്ല. എന്താണ് അന്ന് രാത്രി ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിൽ അന്ന് മൂത്ത ചേട്ടനായി ഞാൻ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്യേണ്ട ഞാൻ വെള്ളം ഒട്ടിച്ച് ഓഫായി കിടക്കുമായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഞാൻ കണ്ണോട് നോക്കും, വീട്ടിൽ ക്യാമറക്കാരും അതൊക്കെ. ഞാൻ എന്താ സംഭവം എനിക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥ. ഞാൻ UK വരുന്ന മുമ്പത്തെ കാര്യമാണ്. അപ്പോഴെനിക്ക് ഓർമ്മ വരുന്നു, ഓ ഇന്ന് പെങ്ങളുടെ കല്യാണം വന്നു. ആ ഒരു അവസ്ഥയിൽ ഞാൻ ആയിപ്പോയിരുന്നു നാട്ടിൽ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ UK വർഷം ഞാൻ നിർത്തിയായിരുന്നു. അപ്പൊ എന്റെ അവസ്ഥ ഈ ഫൈനലി എനിക്ക് കുടുംബക്കാരും ഇല്ല, എനിക്ക് വീട്ടുകാരും ഇല്ല. വൈഫ് പറഞ്ഞു ഒന്നെങ്കിൽ ഡൈവോഴ്സ്, ഇല്ലെങ്കിൽ ഈ കുടി നിർത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ ദേഷ്യം തോന്നി. എനിക്ക് പിന്നീട് തോന്നി മദ്യം നിർത്താം, മദ്യം വേണ്ട, ശരിയായിട്ടില്ല. അങ്ങനെ ഞാൻ മുക്തിയിൽ എന്നൊരു വയനാട് നടവേലി മുക്തിയിൽ പോയി. അവിടെ ചെന്നപ്പോ എനിക്കൊരു മന്തിപ്പൊക്കെയായിരുന്നു. ഞാൻ മദ്യപാനം നടത്തുന്ന പറഞ്ഞിട്ട് ഞാൻ പോയത്. അങ്ങനെ എനിക്ക് മദ്യപാനം അവിടെ പോയി ഞാൻ 10 ദിവസം ക്ലാസ് കൂടി. മദ്യപാനം സമയം കൂടുതലായിട്ട് നിർത്താല്ലേ. ഓക്കെ, എന്തായാലും മുക്തിയിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഒന്നും കഴിക്കാണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുമായിരുന്നു, മദ്യം കഴിക്കുമ്പോൾ വലിക്കുമായിരുന്നു. എല്ലാം 10 ദിവസം കൊണ്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പൊ അവിടെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ എനിക്കൊരു മന്തിപ്പ് മാരിയായിരുന്നു അവിടെ ഇപ്പൊ ഈ സമയത്ത്. ഞാൻ 10 ദിവസം എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു, മദ്യം നിർത്തണം തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത തീരുമാനം സ്ട്രോങ് ആണ്. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ കേൾക്കാൻ പോയില്ല അവിടെ. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞോണ്ട് മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഞാൻ ഒരു നെഗറ്റീവ് മോഡിലൊക്കെ കണ്ടോണ്ടിരുന്നു. പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്താണെങ്കിലും അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ എനിക്ക് മദ്യം കഴിക്കാൻ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ. ഞാനത് എനിക്ക് എന്തോ ഒരു കുറെ പേര് പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളത് ഒരു പുള്ളിക്കാരൻ 13 വർഷമായി 15 വർഷമായി ഞാൻ ചിന്തിച്ച് ചെയ്യുമ്പോൾ തന്നെ നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു. എന്താണെങ്കിലും ഞാൻ അന്ന് ഏപ്രിൽ 1 തീയതി ഇവിടെ നിന്ന് കയറിയപ്പോൾ ഞാൻ മദ്യം കഴിക്കാണ്ട് ഞാൻ ക്വാറന്റൈനിൽ പോയി കിടന്നു. മദ്യം കഴിച്ചില്ല. ശേഷം ഏപ്രിൽ മാസം ഞാൻ കംപ്ലീറ്റ് ലാസ്റ്റ് ഞാൻ ഒഴിവാക്കി. തിരിച്ച് ഞാൻ UK ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടും അതെനിക്ക് ഒത്തിരി ഒരു ടെൻഡൻസി അല്ല, എനിക്ക് ഒത്തിരി ഒരു മന്തിപ്പായിരുന്നു മദ്യം കഴിക്കാത്തതിന്റെ പേരിൽ. എനിക്ക് ഒന്നുമില്ലല്ലോ, ഒരു ലഹരി വസ്തു ഇല്ലല്ലോ എന്ന് കുറച്ച് ഫീൽ ആയിരുന്നു. പക്ഷെ ഞാൻ AI പരിചയപ്പെട്ടു. അവിടുന്ന് ഈ നടവേലും മുക്തിയിൽ ഒരു AI മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അതൊരു AI മീറ്റിംഗ്. എനിക്ക് AI പറ്റി കൂടുതലൊന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സത്യമായിട്ട് ഞാൻ ഇവിടെ വന്ന ശേഷം എന്നോട് ലിജോ ബ്രോ ഞാൻ പരിചയപ്പെട്ടു. നമ്മുടെ ഗ്രൂപ്പിലെ ലിജോ ബ്രോ പരിചയപ്പെട്ടു. അതിനുശേഷം ബേസൽ നമ്പർ, ഷിബിച്ചേട്ടൻ നമ്പറും ഒക്കെ മേടിച്ചു. അവരെയൊക്കെ വിളിച്ച ശേഷം ഒരു മാസം മുമ്പാണ് ഞാൻ നമ്മുടെ ഈ മിഡ് സ്റ്റാറിലും വെസ്റ്റേൺ കൺട്രിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ വന്ന് ഞാൻ അതിനെപ്പറ്റി ഒത്തിരി പഠിച്ചു. അല്ല, പിന്നെ എന്റെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. ഇപ്പം എനിക്ക് മദ്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മദ്യപിച്ച ആൾക്കാരെ കാണുന്ന എനിക്ക് ദേഷ്യമാണ്. എന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ മദ്യം നിർത്തിയ ശേഷം. എനിക്ക് വേറെ മദ്യം കഴിക്കണമെന്ന ടെൻഡൻസി ഒന്നുമില്ല. എനിക്ക് മദ്യം കണ്ടാലും പ്രശ്നമില്ല. ആദ്യകാലങ്ങളിൽ ഞാൻ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുന്ന സമയത്ത്
ഈ മദ്യമുള്ള ഭാഗത്തേക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. കാരണം എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ പേടിയായിരുന്നു മദ്യം കഴിക്കുവോ കണ്ടാൽ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. എനിക്ക് മദ്യം കണ്ടാലും പ്രശ്നമില്ല. ഓക്കെ, ഈ മദ്യപാനം നിർത്തിയ ശേഷം എനിക്ക് പിന്നെ മദ്യക്കുപ്പി കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും മാറും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഏതോ ഒരു ശക്തി, എഐലൊക്കെ പറഞ്ഞ ഒരു ശക്തി തന്നെ. എന്താണെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ കുറെ പേരെ പരിചയപ്പെട്ടു, കുറെ പേരെ അനുഭവങ്ങൾ കേട്ടു. എനിക്ക് എഐ എന്ന് പറഞ്ഞാൽ മദ്യപാനം നിർത്തുക മാത്രമല്ല, ഒരു വ്യക്തിത്വ വികസനം, പേഴ്സണൽ ഡെവലപ്മെന്റ് ഒക്കെ ഉള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് അടുത്താണ് മനസ്സിലായത്. എന്റെ ജീവിതം ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജീവിതത്തിൽ എല്ലാം ഓക്കെ ആയി. ഞാൻ ഫാമിലിയെ വിളിച്ച് സംസാരിച്ചു. എന്റെ പെങ്ങളോട് ഞാൻ സംസാരിക്കില്ലായിരുന്നു. ആഹ് പിന്നെ മമ്മി വിളിച്ച് സംസാരിച്ചു. അവളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, സംസാരിച്ചു. എല്ലാം ഏകദേശം ഓക്കെ. ഇപ്പൊ ഞാൻ വൈഫ് ഒന്നിച്ചാണ് താമസിക്കുന്നത്. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട് എന്താ പറയാ, ഈ കാര്യം ഞങ്ങൾ എല്ലാവരോടും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്റെ കൊച്ച് ഉണ്ട്. സോറി, അത് ഞാൻ പറയാൻ വിട്ടു. എന്റെ കൊച്ചുണ്ടായ സമയത്തൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷെ കൊച്ചു നാട്ടിലാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഞാൻ 2020 വന്നിട്ട് 2020 പകുതിയോടെ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് കേസ് വന്നത്. അതോടുകൂടെ എനിക്ക് കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ കേസ് കഴിഞ്ഞെങ്കിലും കേസിന്റെ കുറെ പ്രൊബേഷൻ സംഭവങ്ങളൊക്കെ നടക്കുവാണ്. അത് കാരണം എനിക്കിപ്പോ സ്വന്തമായിട്ട് കൊച്ചിനെ നോക്കണമെങ്കിൽ എനിക്ക് ഇവിടെ അടുത്ത ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം, പ്രൊബേഷൻ എന്നൊക്കെ പറയും. അപ്പൊ എല്ലാം കൊണ്ടും മദ്യം കൊണ്ട് ജീവിതത്തിൽ നശിച്ചു. എനിക്ക് നശിച്ചത് മുഴുവൻ ജീവിതത്തിൽ മദ്യം കൊണ്ട് തന്നെ. എന്റെ പപ്പയുടെ മരണം മാത്രമുണ്ട്, അതല്ല ബാക്കി ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നത് ഫുൾ മദ്യം തന്നെയാണ്. എനിക്ക് പിന്നീട് മനസ്സിലായി മദ്യം കുടുംബത്തിന്റെ അടിത്തറയല്ല, എന്തൊക്കെ ഇളക്കാൻ പറ്റുമെന്ന് മൊത്തം ഇളക്കുമെന്ന്. ഇന്ന് ഞാൻ എയിൽ വന്നു, സൗഖ്യ ജീവിതം പോകുന്നു. ഇന്ന് 212 ദിവസമാണ്. ഒത്തിരി സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോ ദേഷ്യം കൂടില്ല. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു, വിസ ഇതുവരെ ശരിയായിട്ടില്ല. വിസ ശരിയാകാത്തതിന്റെ വിസ ശരിയാകാൻ താമസം വരുന്നുണ്ട്. ഇത് ഒറ്റ കാരണമുള്ളൂ, ഈ ക്രിമിനൽ കേസ് ഉള്ളത് കൊണ്ടാണ് ഡിലേ ആയിട്ട് നിൽക്കുന്നത്. അല്ല, കൊച്ചി നാട്ടിലാണുള്ളത്. ഈ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഒരിക്കൽ പോലും ഈ മുക്തി ചേർന്ന 212 ദിവസമായപ്പോ ഒരിക്കൽ പോലും മദ്യം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മദ്യപാനികളെ കാണുന്ന എനിക്ക് ദേഷ്യമാണ്. എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മദ്യത്തെ പറ്റി എന്റെ മുമ്പിൽ പൊക്കി പറഞ്ഞ എനിക്ക് ദേഷ്യം വരും. അതെന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അതിനോട് പലരും പറഞ്ഞു, സീനിയേഴ്സും പറഞ്ഞു, ഏക്കാര്. പക്ഷെ എനിക്ക് വരില്ല. എന്റെ മുമ്പിൽ മദ്യത്തെ പറ്റി പൊക്കെ പറയാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വരും. തിരിച്ചിപ്പോ ഒരു വ്യക്തി പറയാണ് ഞാൻ മദ്യം കഴിച്ചു പോയി, മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറി. അത് എന്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഒരിക്കലും മദ്യപാനെ കാണുമ്പോൾ എനിക്ക് പഴയ മോഡലിൽ എന്റെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന സാധനമാണ്. പക്ഷെ ഞാൻ വേറെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. പലർക്കും ടെൻഡൻസി വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത് കാണുമ്പോൾ ദേഷ്യമാണ്. ഞാനിപ്പോ എന്റെ ചെറുപ്പകാലത്തേക്ക് പോയി. ഞാൻ ആ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു, ചാരായം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ട്. അന്ന് ഞാനത് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അതിനെ സ്നേഹിച്ച് നടന്നു, അല്ലെങ്കിൽ അതിനെ ആസ്വദിച്ച് ജീവിച്ചു. ഞാൻ ഏത് കടയിൽ പോയി ഞാൻ മദ്യം കാണുന്നില്ല. ഞാൻ അവിടെ പോയി എനിക്ക് വേണ്ട സാധനം മേടിച്ച് തിരിച്ചു പോയിരുന്നു. ഇന്നിപ്പോ എ ആയിരിക്കുന്നു. എയിൽ ഞാൻ വെറും ഒരു ശിശുവാണ്. കാരണം എന്ന സംഭവത്തെ പറ്റി എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് വായിച്ചു. അതിൽ ഒരു കാര്യം മാത്രം എനിക്കറിയാം, ബാക്കി ഒന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോ എയെ പറ്റി കൂടുതൽ പഠിക്കണം. എനിക്ക് സൗജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. പിന്നെ വന്ന ശേഷം എനിക്ക് ഒരു മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അതിന് എനിക്ക് ജീവിതത്തിൽ 2 കാര്യങ്ങളുണ്ട് എനിക്ക് മാറ്റം വന്നു. അതുവരെ ഈ 210 ദിവസമായിട്ട് ഞാൻ ഇവിടെ നമ്മളൊരു എയെ പറ്റി കൂടുതൽ പഠിച്ചത് ഈ ഒരു മാസം ഇടയ്ക്കാണ്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ദേഷ്യം വന്നാൽ പെട്ടെന്ന് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഞാനിപ്പോ എന്റെ വൈഫിനോട് സോറി ചോദിക്കുന്നുണ്ട്. എനിക്ക് സോറി, ഞാൻ പറ്റിപ്പോയി. പിന്നെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയായിട്ട് വന്നു. എന്താ വെച്ചാൽ ഇപ്പൊ ഒരു റൂമിൽ എടുക്കും നോക്കുവാണെങ്കിൽ, ഞാൻ ആദ്യമൊന്നും ഈ സമയത്തൊക്കെ ടെൻഡൻസി ഒരു സമയത്തൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ അലന്നു വാരിട്ടേക്കുമായിരുന്നു. പക്ഷെ വന്ന ശേഷം ജീവിതത്തിൽ മൊത്തം അടുക്കും ചിട്ടയും വേണമെന്റെ ബേസ് ആയിട്ട് ഞാൻ എന്റെ റൂമൊക്കെ പക്ക അറേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ ചെറിയൊരു മാറ്റം മാത്രമേ എനിക്ക് കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, എയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എന്റെ വ്യക്തിപരമായ ഒരു ഡെവലപ്മെന്റും എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും ഇതെല്ലാം വേണ്ടിയാണ് എന്ന സംഭവം ഉള്ളത്. അപ്പൊ എന്താണ്, ഞാൻ ഇതിൽ തന്നെ ഉറച്ച് എയുടെ പൂർണ്ണ സപ്പോർട്ടോടെ മുന്നോട്ട് പോകും. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ലൈഫിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുന്നത്. പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ജീവിതത്തെ പറ്റി ഇത്ര തുറന്ന് ഒരു വ്യക്തിയോട് പറയുന്നത് നിങ്ങളോട് മാത്രമാണ്. നിങ്ങൾ വേറെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് പോരായ്മകൾ ഉണ്ടാവാതിരിക്കാം സംസാരിച്ചത്. എല്ലാം കണക്റ്റീവ് പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. എന്താണെങ്കിലും ജീവിതത്തിൽ ഇപ്പം ഉഷാറായിട്ട് എയിൽ പോകുന്നു. ഇന്ന്
ഇന്നും ഈ സുഖോദ്യം സുഖമായിട്ട് പോകുന്നുണ്ട്. നാളെയും വർഷങ്ങളോട് തന്നെ പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, താങ്ക് യു. എന്താണ് താങ്ക്